ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरों श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सगणललिता श्रीविशाखान्वितं च हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्द राधा कान्द नमोस्तुते तप्त काञ्चन गौरांगी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्य च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वती देवे गौरवाणि प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। ഹരേ കൃഷ്ണ ഹരി ഓം തത്സത്. എല്ലാവർക്കും ഇന്നത്തെ ശ്രീമദ് ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് 3-ാമത്തെ അധ്യായം 4-ാമത്തെ ശ്ലോകം മുതൽക്കാണ്. ന കർമ്മണാം അനാരംഭാൻ നൈഷ്കർമ്മ്യം പുരുഷോഷ്ണുതേ ന ച സന്യസനാത് ഏവ സിദ്ധിം സമാധി ഗച്ഛതി. न कर्मणाम् अनारंभान् नैष्कर्म्यं पुरुषं श्नुते न च सन्न्यासनादेव सिद्धिं समाधि गच्छति. हरे कृष्ण. आरेंगलम रिसൈറ്റ് ചെയ്യോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. പറയട്ടെ? ഹരേ കൃഷ്ണ പ്രഭുജി. പറയൂ ചൊല്ലിക്കോളൂ. ഓം നമോ ഭഗവതി വാസുദേവായ. ശ്രീമദ് ഭഗവത്ഗീതാധ്യായം 3 ശ്ലോകം 4. ന കർമ്മണാമനാരംഭാൻ നൈഷ്കർമ്മ്യം പുരുഷോസ്മൃതി ന ച സന്ന്യാസനാദേവ സിദ്ധിം സമധിഗച്ഛതി. ഹരേ കൃഷ്ണ. വിവർത്തനം ആരെങ്കിലും പറയൂ? ഹരേ കൃഷ്ണ. കർമ്മം ചെയ്യാത്തത് കൊണ്ട് മാത്രം കർമ്മഫലങ്ങളിൽ നിന്ന് മുക്തരാവുന്നില്ല. സന്യാസം കൊണ്ട് മാത്രം ഒരാൾ പൂർണ്ണത നേടുകയുമില്ല. ഹരേ കൃഷ്ണ പ്രഭു. Not by merely abstaining from work can one achieve freedom from reaction. Nor by renunciation alone can one attain perfection. ഭഗവാൻ അർജുനോട് എന്താണ് പറയുന്നത്? അതായത് ഒരു ആക്ടിവിറ്റിയും ഒരു കർമ്മം ചെയ്യാതിരുന്നുകൊണ്ട് നമുക്ക് ആ കർമ്മഫലത്തിന് ഒളിച്ചോടാൻ പറ്റില്ല, കർമ്മഫലം കിട്ടാതിരിക്കില്ല. കാരണം എന്താണ് പറയുന്നത്? ആൻഡ് നോ ബൈ റിനൻസിയേഷൻ, ഇതെല്ലാം വിട്ട് നമ്മുടെ സന്യസിക്കാൻ പോയാലും നമുക്ക് പെർഫെക്ഷൻ കിട്ടില്ല. കാരണം നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യുന്നില്ല വിചാരിക്കുക, നമ്മളുടെ ആക്ടിവിറ്റി ഫിസിക്കൽ ഒരു ആക്ടിവിറ്റിയും ചെയ്യുന്നില്ല, പക്ഷെ മനസ്സിൽ ഒരുപാട് നമ്മൾ ചിന്തിച്ചു കൂട്ടുന്നുണ്ട്. ഫിസിക്കലി നമ്മൾ ഒരു കാര്യം ചെയ്യുന്നില്ല, പക്ഷെ മനസ്സിലാണ് നമ്മളുടെ ആദ്യത്തെ ആക്ടിവിറ്റിയുടെ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മുടെ മനസ്സിലാണ് നടക്കുന്നത്. എന്തൊരു പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പേ നമ്മളുടെ മനസ്സിൽ ഒരു ഫ്രെയിം ഉണ്ടായിരിക്കും, ഒരു ഫ്രെയിം വർക്ക് ഉണ്ടായിരിക്കും, എന്നിട്ടാണ് അത് ആക്ടിവിറ്റിയിലായിട്ട് മാറുന്നത്. അപ്പോൾ ഒരു കർമ്മം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആ കർമ്മം എവിടെയാണ് ആദ്യം ചെയ്യുന്നത്? നമ്മുടെ മനസ്സിൽ, അല്ലേ? മനസ്സിൽ ഒരു ഐഡിയ ഇന്ന പ്രകാരം ചെയ്യണം, അല്ല ഒരു ഫ്രെയിം വർക്ക് നമ്മൾ ആദ്യം തന്നെ ഉണ്ടാക്കി വയ്ക്കും, എന്നിട്ടാണ് നമ്മൾ ആ ആക്ടിവിറ്റി ഫിസിക്കലായിട്ട് വരുന്നത്. അപ്പം നമ്മൾ ആ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്തില്ലെങ്കിൽ ശരി, നമ്മുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെക്കുന്നുണ്ട്. അത് പതുക്കെ അതെന്തായി മാറും? നമ്മൾ അറിയാതെ തന്നെ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ആയിട്ട് മാറും, കർമ്മമായിട്ട് മാറും.
ഉദാഹരണത്തിന് ഇപ്പൊ എനിക്കൊരാളെ ഇഷ്ടമല്ല, ഓക്കെ, അദ്ദേഹത്തിനെ ഞാൻ എങ്ങനെയെങ്കിലും വഞ്ചിക്കണം, ചതിക്കണം എന്ന് മനസ്സിൽ എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, പല പല പ്ലാൻസും. അത് മനസ്സിലാണ്. അത് അങ്ങനെ ആലോചിച്ച് അതിനെ കോൺടംപ്ലേറ്റ് ചെയ്യുമ്പോൾ പതുക്കെ പതുക്കെ അത് ഒരു ആക്ടിവിറ്റി ആയിട്ട് മാറും. ഞാൻ അറിയാതെ തന്നെ ആ ആക്ടിവിറ്റി ചെയ്യും. അപ്പൊ നമ്മൾ ഈവൻ മനസ്സിൽ വിചാരിച്ചാലും മതി, അത് എന്നല്ലെങ്കിൽ നാളെ അത് ഫിസിക്കലായിട്ട് ഒരു ആക്ടിവിറ്റി ആയിട്ട് മാറും, നമ്മൾ അറിയാതെ തന്നെ. അപ്പോൾ അതാണ് ഭഗവാൻ പറയുന്നത്, നമ്മള് എത്ര തന്നെ ഒരു കർമ്മത്തിൽ നിന്ന് മാറി നിന്നാലും ശരി, നമുക്ക് റിയാക്ഷൻ ഇല്ലാതിരിക്കില്ല. കാരണം നമ്മുടെ മനസ്സ് എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് 24 മണിക്കൂർ. നമ്മൾ ഈവൻ ഉറങ്ങുന്ന സമയത്തും ഉറങ്ങുന്ന സമയത്ത് പറഞ്ഞാൽ ഒരു ജാഗ്രത സ്റ്റേജ് ഉണ്ട്, പിന്നെ ഒരു സ്വപ്ന സ്റ്റേജ് ഉണ്ട്, സുഷുപ്തി ഉണ്ട്, തുര്യ. ആ സ്വപ്ന സ്റ്റേജിലാണ് മിക്ക ആൾക്കാരുണ്ടായിരിക്കുക ഉറങ്ങുന്ന സമയത്തും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ഇന്ദ്രിയങ്ങൾ അപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ കണ്ടതും നമ്മൾ അനുഭവിച്ചതും നമ്മൾ ചെയ്യാൻ പോകുന്ന പല പ്ലാൻസും അതെല്ലാം നമ്മളുടെ ഈവൻ സ്വപ്നത്തിലും കൂടി നമ്മൾ അത് കാണും. അപ്പൊ അതുകൊണ്ട് നമ്മൾ വെറുതെ ഒരു കർമ്മത്തിൽ നിന്ന് പിന്മാറിയോണ്ട് നമുക്ക് യാതൊരു കർമ്മഫലം കിട്ടില്ല എന്ന് പറയുന്നത് തെറ്റാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. അത് മാത്രമല്ല, നോർ ബൈ റെനൗൺസിയേഷൻ, നമ്മളിതെല്ലാം വിട്ടു. ഓക്കെ, അർജുനൻ അതാണ് ആഗ്രഹിക്കുന്നത്, എനിക്ക് യുദ്ധത്തിൽ പങ്കെടുക്കണ്ട, ഈ ഘോരമായിട്ടുള്ള യുദ്ധത്തിൽ പങ്കെടുത്തിട്ട് എനിക്ക് എന്താ കാര്യം, നമ്മുടെ സ്വന്തം ആൾക്കാരെ ബന്ധുക്കളെ വധിച്ചിട്ട് എനിക്ക് എന്ത് കിട്ടാൻ പോണേ, ഞാൻ ഇതിൽ പങ്കെടുക്കുന്നില്ല, ഞാൻ സന്യസിക്കാൻ വേണ്ടിയിട്ട് കാട്ടിൽ പോവാന്ന് പറയുന്നു. പക്ഷെ ഈവൻ അവിടെയും അർജുനന് സമാധാനം കിട്ടില്ല. കാരണം അർജുനൻ ക്ഷത്രിയനാണ്. അർജുനൻ എന്തെങ്കിലും അനീതി അവിടെ കണ്ടാൽ, കാട്ടിൽ വല്ല അനീതി കണ്ടാൽ അപ്പൊ ഉടനെ അർജുനൻ ക്ഷത്രിയൻ ഏത് മോഡലാണ്, ഏത് ഗുണത്തിലാണ്? ക്ഷത്രിയന്മാർ ഏത് ഗുണത്തിലാണ്? രജോ ഗുണം. ആ രജോ ഗുണത്തിലെ ആർക്കാണെങ്കിലും രജോ ഗുണത്തിലെ ഒരു മനുഷ്യന് എവിടെയും അനീതി കണ്ടാൽ ഉടനെ ദേഷ്യം വരും. ആ ദേഷ്യം എന്തായി പരിവർത്തനപ്പെടും? അത് ആക്ടിവിറ്റിയിൽ ആ ദേഷ്യം വരുമ്പോൾ ഒരു അനീതി കണ്ടാൽ അദ്ദേഹത്തിനെ പണിഷ് ചെയ്യും. കാരണം അർജുനൻ ക്ഷത്രിയനാണ്, അർജുനൻ രജോ ഗുണത്തിലാണ്. അപ്പൊ അത് അവിടെ പ്രതികരിക്കപ്പെടും, അവിടെ പ്രത്യക്ഷപ്പെടും. അപ്പൊ അതുകൊണ്ട് ഈവൻ അർജുനൻ സന്യസിക്കാൻ പോയാലും അവിടെ സന്യാസ ലെവലുള്ള ആ ഒരു ജീവിതം നയിക്കാൻ അർജുന് പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ തയ്യാറെടുക്കാതെ, നമ്മൾ പ്രോപ്പർ ട്രെയിനിങ് എടുക്കാതെ, നമ്മൾ ആ ഒരു പക്വത സ്റ്റേജിലേക്ക് എത്താതെ നമ്മൾ സന്യസിക്കാൻ പാടില്ല. എന്തൊരു കാര്യത്തിലും നമ്മൾ എന്തു കാര്യം ചെയ്യാൻ പോകുന്നു ആ കാര്യത്തിന്റെ തലത്തിലേക്ക് നമ്മൾ വളരണം. നമ്മൾ ആ ഒരു തലത്തിലേക്ക് പെർഫെക്ഷൻ വന്നാൽ മാത്രമേ നമുക്ക് ആ കാര്യം ചെയ്യാൻ പറ്റൂ. അല്ലാണ്ട് നമ്മൾ റെഡി അല്ലെങ്കിൽ, നമ്മൾ അതിന് തയ്യാറായിട്ടില്ലെങ്കിൽ നമ്മൾ ആ കാര്യം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് അർജുനന്റെ ആ വിചാരത്തിനെ തന്നെ ഭഗവാൻ ഇവിടെ ഖണ്ഡിക്കുന്നത്. അർജുന, നീ ക്ഷത്രിയനാണ്, ക്ഷത്രിയന്റെ ഗുണം രജോ ഗുണമാണ്, നിനക്ക് സന്യസിക്കാൻ പറ്റില്ല. അപ്പൊ ആ ചിന്ത തന്നെ തെറ്റാണ്. അങ്ങനെ ഒളിച്ചോടി പോകാൻ പറ്റുന്ന ഒരു വർണ്ണത്തിലല്ല, ഒരു ഗുണത്തിലല്ല അർജുനൻ ജീവിക്കുന്നത്. നോക്കാം എന്താണ് ഇവിടെ പർപ്പോട്ടിൽ പ്രഭുപാദ പറയുന്നത്. The renounced order of life can be accepted when one has been purified by the discharge of prescribed form of duties which are laid down just to purify the hearts of the materialistic men. അപ്പൊ നമ്മൾ ഈ റിനൗൺസ് ഓർഡർ പറഞ്ഞാൽ 4ാമത്തെ സ്റ്റേജ് ആണ്. ഓക്കെ, ഏതാണ് 4ാമത്തെ സ്റ്റേജ്? സന്യാസം അല്ലേ? അത് ഇതാണ് ആശ്രമം. ഓക്കെ, മറ്റത് വർണ്ണം. ആശ്രമം ബ്രഹ്മചര്യ, ഗൃഹസ്ഥ, വാനപ്രസ്ഥ, സന്യാസ. ഇതേതാണ് ആശ്രമം. മറ്റത് വർണ്ണം. എന്താണ്? ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര. വർണ്ണ ആശ്രമം. ഒന്ന് സോഷ്യൽ ഓർഡർ, ഒന്ന് സ്പിരിച്വൽ ഓർഡർ. അപ്പൊ നമ്മളൊരു സന്യാസ സ്റ്റേജിലേക്ക്, ആ തലത്തിലേക്ക് നമ്മൾ ഉയരണമെന്നുണ്ടെങ്കിൽ എന്നാണ് അവിടെ പറയുന്നത്, നമ്മള് ആ പ്രിസ്ക്രൈബ് ഡ്യൂട്ടീസ് നമ്മളുടെ ഗ്രന്ഥങ്ങളുടെ, വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പോലെ ആ ഡ്യൂട്ടികളെല്ലാം ചെയ്ത് നമ്മളുടെ ഹൃദയത്തിനെ ശുദ്ധീകരിക്കണം. കാമക്രോധ ലോഭ മോഹ മതം ആശ്ചര്യങ്ങളെല്ലാം നിറഞ്ഞിരിക്കുന്ന ഹൃദയത്തിനെ പവിത്രമാക്കണം, ശുദ്ധീകരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ തലത്തിലേക്ക്. അപ്പൊ ഒരു സന്യാസി എന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലാവരും തുല്യമാണ്. ആ ഒരു തലത്തിലേക്ക്, നമ്മളെ എല്ലാവരെയും തുല്യമായിട്ട് കാണുന്ന
ഒരു തലത്തിലേക്ക് നമ്മൾ വളരണം അല്ലേ? നമുക്ക് എല്ലാവരും ഒരേപോലെ കാണാൻ പറ്റുമോ? ഭഗവത്ഗീതയിൽ ഭഗവാൻ തന്നെ പറയുന്ന വിദ്യാവിനയ സമ്പന്നെ ബ്രാഹ്മണേ ഗവി ഹസ്തിനി സുനി ചൈവസ്വപാക്കേച്ച പണ്ഡിത സമദർശന. ഒരു ബ്രാഹ്മണൻ, അതായത് ഒരു പണ്ഡിതൻ, ശരിക്ക് ജ്ഞാനം കൈവരിച്ച ഒരു പണ്ഡിതൻ, ഒരു ബ്രാഹ്മണൻ എങ്ങനെ ഇരിക്കണം? വിദ്യ കൊണ്ട് വിനയം സമ്പാദിച്ചിരിക്കണം. വിദ്യാവിനയ സമ്പന്നെ ബ്രാഹ്മണന്മാരെ, ഓക്കെ, അതുപോലെ പശുക്കളെ, സിംഹത്തിനെ, ആനയെ, ചണ്ടാലിനെ, ഇതെല്ലാം, നായെ, ഇതെല്ലാം ഒരേപോലെ കാണാൻ സാധിക്കണം. കാരണം അങ്ങനെ ഒരു പണ്ഡിതൻ ആ ജീവന്റെ ഉള്ളിലുള്ള ആത്മാവിനെ കാണുന്നത്, അല്ലാണ്ട് ആവരണത്തല്ല കാണുന്നത്. നമ്മള് മനുഷ്യ ശരീരത്തിലാണ്, ചില ജീവാത്മാക്കള് മൃഗങ്ങളുടെ ശരീരത്തിലാണ്, ചിലവര് വൃക്ഷത്തിന്റെ, ചില പക്ഷികളുടെ. ഒരു ശരിക്കുള്ള പണ്ഡിതൻ എന്ന് പറയുന്നാൽ ആ ആവരണത്തെ അല്ല കാണുന്നത്, അതിൽ കുടികൊള്ളുന്ന സ്പിരിറ്റ് ആയിട്ടുള്ള ആത്മാവിനെ കാണുന്നത്. അതാണ് ഭഗവാന്റെ അംശം. അപ്പൊ ആ തലത്തിലേക്ക് നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ? എല്ലാവരും ഒരേപോലെ കാണാൻ പറ്റും. നമുക്ക് നമ്മളുടെ ആൾക്കാരാണ് ഏറ്റവും പ്രിയപ്പെട്ടവര്. അടുത്ത വീട്ടിലെ ആൾക്കാരെ നമ്മളുടെ മക്കളെ പോലെ നമുക്ക് കാണാൻ പറ്റുമോ? പറയുന്നതാണ് ഭഗവാൻ, അതാണ് പറയുന്നതെങ്കിലും നമ്മൾ ആ തലത്തിലേക്ക് ഉയർന്നില്ല. സോ ഒരു സന്യാസി എന്ന് പറഞ്ഞാൽ ആ തലത്തിലേക്ക് ഉയർന്ന ഒരു വ്യക്തിയായിരിക്കണം. എല്ലാവരെയും, ഇപ്പൊ പ്രഭുപാദ സന്യാസം എടുത്തു പോയി, തന്റെ മക്കളെ എല്ലാം, ഒരു ഫാമിലി, തന്റെ കുടുംബത്തിനെ വിട്ടിട്ടാണ്. അപ്പൊ പ്രഭുപാദയ്ക്ക് എല്ലാവരും തന്റെ മക്കളാണ്. തന്റെ മക്കൾ മാത്രമല്ല, തന്റെ മക്കളെ എങ്ങനെ കാണുന്നു അതേപോലെ എല്ലാവരെയും പ്രഭുപാദയ്ക്ക് കാണാൻ പറ്റും. നമുക്ക് ആ തലത്തിലേക്കുള്ള വീക്ഷണം ഉണ്ടാവുമോ? ആ തലത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അതിന് പ്രിപ്പയർ ചെയ്യാതെ, നമ്മളുടെ ഹൃദയം ശുദ്ധീകരിക്കാതെ, നമ്മൾ അവർ റെഡി ആവാതെ നമുക്ക് സന്യാസാശ്രമം എടുക്കാൻ പാടില്ല എന്നാണ്. അത് അർജുനനോട് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്ന, ക്ഷത്രിയനായ അർജുന, ഈ രജോ ഗുണത്തിലാണ്, തയ്യാറാവാതെ സന്യാസ ആശ്രമം എടുക്കാനുള്ള ആ ചിന്ത മനസ്സിന് വിട്ടേക്കാൻ ഞാൻ പറയുന്നു. നമ്മൾ റെഡി ആവണം, എന്തൊരു കാര്യത്തിനും റെഡി ആവണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഒരു ഡോക്ടർ, ഓക്കെ, MBBS കഴിഞ്ഞു. MBBS കഴിഞ്ഞാൽ ഉടനെ ഒരു സർജറി ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഒരുപാട് പ്രാക്ടീസ് ചെയ്യണം. സീനിയർ ഡോക്ടേഴ്സിന്റെ അടിയിൽ ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് എക്സ്പീരിയൻസ് എടുത്ത് പെർഫെക്റ്റ് ആയാൽ മാത്രമേ സർജറി ചെയ്യാനുള്ള ആ ഒരു അവസരം, അല്ല കഴിവ് അവർക്ക് കിട്ടുള്ളൂ. അതായത് MBBS പഠിച്ച ഉടനെ വലിയൊരു ഓപ്പറേഷൻ അവർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന് തയ്യാറെടുക്കണം. ആ തയ്യാറെടുക്കുന്ന പോലെ നമ്മുടെ ഈ ആശ്രമത്തിലേക്ക് എത്തുന്ന ആ ഒരു തലത്തിലേക്ക് നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ തയ്യാറെടുക്കുക. എങ്ങനെ? നമ്മളെ ശുദ്ധീകരിക്കണം, അല്ലാതെ നമുക്ക് ആ ആശ്രമം സ്വീകരിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. സോ വിതൗട്ട് പ്യൂരിഫിക്കേഷൻ one cannot attain success by abruptly adopting the fourth order of life. അപ്പൊ നമ്മള് പവിത്രമായാൽ മാത്രമേ, നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ടാൽ മാത്രമേ ആ തലത്തിലേക്ക് നമ്മൾക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലാണ്ട് without properly undergoing the required scriptural injunctions, we cannot go to that state. അപ്പൊ അതിനുള്ള ക്വാളിഫിക്കേഷൻ, അതിനുള്ള യോഗ്യത നമ്മൾ ആദ്യം ആർജിച്ചെടുക്കണം. ആ യോഗ്യത കിട്ടിയാൽ മാത്രമേ നമുക്ക് സന്യാസ സ്റ്റേജിലേക്ക് പോകാൻ പറ്റുള്ളൂ. അക്കോർഡിംഗ് ടു ദ എംപിറിക്കൽ ഫിലോസഫേഴ്സ്. എന്താണ് എംപിറിക്കൽ ഫിലോസഫേഴ്സ് എന്ന് പറഞ്ഞാൽ? ഉദ്ദേശിക്കുന്നത് ജ്ഞാനികളെ. എംപിറിക്കൽ ഫിലോസഫർ പറഞ്ഞാൽ ജ്ഞാനമാർഗം സ്വീകരിച്ച ആൾക്കാരെ, ജ്ഞാനികളെ. ഓക്കെ, സിംപ്ലി ബൈ അഡോപ്റ്റിംഗ് സന്യാസ or retiring from fruitive activities, one at one becomes as good as Narayan. But ജ്ഞാനമാർഗം സ്വീകരിച്ച ആൾക്കാരെ, അതായത് ഇതെല്ലാം നമ്മൾ വിട്ട് ഫ്രൂട്ടീവ് ആക്ടിവിറ്റീസ്, കർമ്മകാണ്ഡത്തിലുള്ള ആ കാര്യങ്ങളെല്ലാം വിട്ടാൽ നമുക്ക് നാരായണനെ പോലെ ആവാം, ആസ് ഗുഡ് ആസ് നാരായണ. അപ്പൊ അതുകൊണ്ടാണ് അവരെന്ത് പറയുന്നത്? യു ആർ നാരായണ, നാരായണ, എവരിബഡി നാരായണ. നമുക്ക് നാരായണനാവാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അപ്പൊ അത് ഒരു മായാവത ഫിലോസഫിയാണ്. അതായത് സന്യാസം, ആശ്രമം എടുത്തു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും നാരായണനായി എന്ന് ഇല്ല, അങ്ങനെയല്ല. റിട്ടയറിംഗ് ഫ്രം ഫ്രൂട്ടീവ് ആക്ടിവിറ്റി. ബട്ട് ലോർഡ് കൃഷ്ണ ഡസ് നോട്ട് അപ്രൂവ് ദിസ് പ്രിൻസിപ്പിൾ. ഭഗവാൻ കൃഷ്ണൻ എവിടെയും ഈ പ്രിൻസിപ്പിൾ അഗ്രി ചെയ്തിട്ടില്ല. വിത്തൗട്ട് പ്യൂരിഫിക്കേഷൻ ഓഫ് ഹാർട്ട്
സന്യാസ ഈസ് സിംപ്ലി എ ഡിസ്റ്റർബൻസ് ടു ദ സോഷ്യൽ ഓർഡർ. അപ്പൊ നമ്മള് പക്വത വരാതെ നമ്മൾ ഈ ആശ്രമം സ്വീകരിച്ചാൽ അത് സമൂഹത്തിന് ഒരു ശല്യമായിട്ടേ തീരുള്ളൂ. എക്സ്റ്റേണലി സന്യാസ അറ്റയർ ഡ്രസ്സൊക്കെ ഇടാം, പക്ഷെ ഇന്റേണലി നമ്മൾ പ്യൂരിഫിക്കേഷൻ വന്നിട്ടില്ലെങ്കിൽ അപ്പൊ എന്തെങ്കിലും ഇത് കാണാം. ഇപ്പൊ നമ്മളുടെ കാമക്രോധ ലോപമോഹം മതമാശ്ചര്യം എല്ലാം അപ്പോഴും നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും അറ്റ്മോസ്ഫിയർ വരികയാണെങ്കിൽ നമ്മുടെ തനിനിറം അപ്പൊ പുറത്തു വരും. അങ്ങനെയാണ് ഒരുപാട് ആൾക്കാര് സന്യാസ ആശ്രമത്തില്, അതായത് കപട സന്യാസിമാര് ആ വേഷഭൂഷൺ ധരിച്ചാലും അവര് വേണ്ടാത്ത പ്രവൃത്തികളിൽ ഏർപ്പെടുന്നു. കാരണം അവരുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ല. എക്സ്റ്റേണലി മാത്രമേ ഉള്ളൂ, ഡ്രസ്സിൽ മാത്രമേ ഒരു സന്യാസി, ഇന്റേണലി അവരുടെ ആ പ്യൂരിഫിക്കേഷൻ വന്നിട്ടില്ല. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ എന്താണ് സമൂഹത്തിന് ഒരു ഡിസ്റ്റർബൻസ്, ഒരു ശല്യമായിട്ട് തീരുള്ളൂ എന്നാണ് പറയുന്നത്. സോ ഓൺ ദ അതർ ഹാൻഡ്, ഇഫ് സമൺ takes to the transcendental service of the Lord, even without discharging his prescribed duties, whatever he may be able to advance in the cause of in the cause is accepted by the Lord Buddhi Yoga. അപ്പൊ നേരെ മറിച്ച് നമ്മൾ ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെട്ട് നമ്മൾ പതുക്കെ പതുക്കെ പ്രോഗ്രസീവ് ആ ഒരു പാത്തിൽ പോവുകയാണെങ്കിൽ ഭഗവാന്റെ കൃപ കൊണ്ട് നമ്മളെ ആ സ്റ്റേജിലേക്ക് എത്താൻ പറ്റും. അതാണ് അക്സെപ്റ്റഡ് ബൈ ദ ലോർഡ്. ബുദ്ധിയോഗ എന്ന് പറഞ്ഞാൽ എന്താണ്? ബുദ്ധിയോഗ എന്ന് പറഞ്ഞാൽ എന്താണ്? ബുദ്ധിയോഗ, ഭക്തിയോഗ പ്രഭുജി, ഭക്തിയോഗ യോഗ, അതായത് വർക്ക് ഇൻ കൃഷ്ണ കോൺഷ്യസ്നസ്. വർക്ക് ഇൻ കൃഷ്ണ. മറ്റ് വെറും കർമ്മ വെച്ചാൽ അത് കർമ്മകാണ്ഡ ആക്ടിവിറ്റീസ് ആയി. കർമ്മയോഗ എന്ന് പറഞ്ഞാൽ ഭഗവാനായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു ആക്ടിവിറ്റി ആയി മാറും. സോ സ്വല്പം അപ്യസ്യ ധർമ്മസ്യ ത്രായത്തെ മഹതോഭയ. കാരണം ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, നേഹാഭിക്രമനാശോസ്തി പ്രത്യവായോന വിദ്യതേ സ്വല്പം അപ്യസ്യ ധർമ്മസ്യ ത്രായത്തെ മഹതോഭയ. എന്തെങ്കിലും കുറച്ച് നമ്മൾ സ്പിരിച്വലി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. അതെപ്പോഴും നമ്മളുടെ സ്പിരിച്വൽ ബാങ്ക് ബാലൻസ് ആയിട്ട്, ക്രെഡിറ്റ് ആയിട്ട് അവിടെ ഉണ്ടായിരിക്കും. നമ്മൾ എത്ര തന്നെ പൈസ സമ്പാദിച്ചാലും ശരി, ചെലവഴിക്കും തോറും അത് കുറഞ്ഞു വരും അല്ലേ? നമ്മുടെ അക്കൗണ്ട് ബാലൻസ് കുറഞ്ഞു വരും. നമ്മൾ ഇപ്പോൾ 10 ലക്ഷം രൂപ ഞാൻ ബാങ്കിൽ ഇട്ടു, എല്ലാ മാസം 1 ലക്ഷം ഞാൻ വിഡ്രോ ചെയ്യാണ് എൻ്റെ ചെലവിന് വേണ്ടിയിട്ട്. 10 ദിവസം കഴിഞ്ഞാൽ ബാങ്ക് ബാലൻസ് 0 ആയി അല്ലേ? പക്ഷേ ഇവിടെ നമ്മളുടെ സ്പിരിച്വൽ അക്കൗണ്ട് ബാലൻസ് അങ്ങനെയല്ല. ഞാനൊരു 10% ഈ ലൈഫിൽ ഞാൻ സ്പിരിച്വൽ ഡിവോഷണൽ സർവീസിൽ ഏർപ്പെട്ടു. അപ്പൊ ആ 10% എപ്പോഴും 10% ആയിട്ട് ഇരിക്കും, അതൊന്നും ഒരിക്കലും കുറയില്ല. പിന്നെ ഞാൻ 11%ലേക്ക് പോകും, അത് കഴിഞ്ഞാൽ 12%ലേക്ക് വരും. അങ്ങനെ എൻ്റെ കൂടി വരാൻ ഞാൻ ഡിവോഷണൽ സർവീസ് അല്ലെങ്കിൽ ഭക്തിയുത സേവനം ചെയ്യുന്നതനുസരിച്ച് അത് കൂടി വരും. ഒരിക്കലും ഞാൻ ഏത് ലെവലിലെത്തിയോ അതൊന്നും ഒരിക്കലും കുറയുന്നില്ല. അപ്പൊ ഇതാണ് നമ്മളുടെ മെറ്റീരിയൽ അസറ്റും സ്പിരിച്വൽ അസറ്റും തമ്മിലുള്ള വ്യത്യാസം. മെറ്റീരിയൽ അസറ്റ് അത് യൂസ് ചെയ്യുന്നതനുസരിച്ച് കുറഞ്ഞേ പോവും. സ്പിരിച്വൽ അസറ്റ് അത് ഒരിക്കലും കുറയില്ല, അത് കൂടിയേ വരും. നമ്മൾ എത്രത്തോളം ചെയ്യുന്നു അത്രത്തോളം അത് കൂടുന്നു. അതാണ് നമ്മൾ എപ്പോഴും പറയുന്നത്, നമ്മുടെ മെറ്റീരിയൽ മാത്സ് ആൻഡ് സ്പിരിച്വൽ മാത്സ്. മെറ്റീരിയൽ മാത്സ് പറഞ്ഞാൽ 1 - 1 = 0, 1 + 1 = 2 അല്ലേ? പക്ഷെ സ്പിരിച്വൽ മാത്തിൽ 1 + 1 1 ആണ്, 1 - 1 1 ആണ്. അവിടെ യാതൊരു വ്യത്യാസം വരുന്നില്ല. അതുകൊണ്ടാണ് ഈശോപനിഷത്തിൽ ഭഗവാൻ തന്നെ പറയുന്നത് ഭഗവാൻ പൂർണ്ണമാണ്. ഭഗവാൻ പൂർണ്ണമാണ്. എത്ര തന്നെ ഭഗവാൻ നിന്ന് നമുക്ക് തന്നാലും ശരി, എത്ര ഭഗവാനിലേക്ക് നമ്മൾ കൊടുത്താലും ശരി, അത് ഭഗവാൻ എപ്പോഴും പെർഫെക്റ്റ് ഫുള്ളാണ്. ഒരു സമുദ്രത്തില് നമ്മൾ എത്ര തന്നെ ബക്കറ്റ് കൊണ്ട് നമ്മൾ വെള്ളം ഒഴിച്ച് മാറ്റിയാലും ശരി, സമുദ്രം അപ്പോഴും ഫുള്ളാണ്. എത്ര തന്നെ നദികൾ അതിൽ ചെന്ന് ചേർന്നാലും ശരി, അപ്പോഴും സമുദ്രം ഫുള്ളാണ്. അതേപോലെ ഭഗവാൻ എപ്പോഴും ഫുള്ളാണ്. ഭഗവാന് ഒരിക്കലും ഭഗവാൻ കുറയുന്നില്ല, ഭഗവാൻ കൂടുന്നില്ല. അതാണ് ആ ശ്ലോകം പറയുന്നത്, ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണം ഏവ അവശിഷ്യതേ. പൂർണ്ണം ഏവ അവശിഷ്യതേ. എന്ത് ബാക്കി വരുന്നു അതും പൂർണ്ണമാണ്. ഭഗവാന് ഒരുപാട് മൾട്ടിപ്പിൾ യൂണിവേഴ്സസ് ആണ്, മില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് യൂണിവേഴ്സസ് ആണ് ഭഗവാനിൽ നിന്ന് വരുന്നത് അല്ലേ? ഓരോ യൂണിവേഴ്സും അത് കംപ്ലീറ്റും ആണ്,
പെർഫെക്റ്റുമാണ്. അപ്പോൾ ഒരുപാട് യൂണിവേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഒരു യൂണിവേഴ്സ് കംപ്ലീറ്റ് അല്ല, മറ്റേ യൂണിവേഴ്സ് കംപ്ലീറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. ഓരോ യൂണിവേഴ്സും അത് പെർഫെക്റ്റുമാണ്, കംപ്ലീറ്റുമാണ്. അതുകൊണ്ട് ഒരുപാട് യൂണിവേഴ്സ് വരുന്നതുകൊണ്ട് ഭഗവാൻ അവിടെ കുറയുന്നുണ്ടോ? അങ്ങനെ കുറെ യൂണിവേഴ്സ് വന്നാൽ ഭഗവാൻ ഇല്ലാതാവുമോ? അപ്പോഴും ഭഗവാൻ പൂർണ്ണമാണ് അല്ലെ? ഇനി ഈ യൂണിവേഴ്സസ് എല്ലാം തിരിച്ച് ഭഗവാന്റെ ദേഹത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഭഗവാൻ ശ്വാസം മുട്ടി മരിക്കുകയോ? ഇല്ല. ഒരുപാട് യൂണിവേഴ്സ് വന്ന് പറഞ്ഞിട്ട് ഇല്ല. ഭഗവാൻ അപ്പോഴും പൂർണ്ണമാണ്. എത്ര യൂണിവേഴ്സ് ഭഗവാൻ വന്നാലും ശരി, ബാലൻസ് വരുന്നത് ആ ഭഗവാനും പൂർണ്ണമാണ്. അപ്പൊ ഈ സ്പിരിച്വൽ ആയിട്ടുള്ള ആ മാത്സും മെറ്റീരിയൽ ആയിട്ടുള്ള മാത്സും വ്യത്യാസമുണ്ട്. ഭഗവാന് എത്ര തന്നെ വന്നാലും ശരി, ഭഗവാനിലേക്ക് നമ്മൾ എത്ര തന്നെ കൊടുത്താലും ശരി, ഭഗവാൻ എപ്പോഴും പൂർണ്ണമായിട്ട് നിൽക്കുന്നു. പിന്നെ വേറൊരു കാര്യം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ ഭക്തിയുത സേവനം ഒരിക്കലും അത് കുറയുന്നില്ല, അത് നശിക്കുന്നില്ല. എത്രത്തോളം ചെയ്തു അത് എപ്പോഴും നമ്മുടെ ക്രെഡിറ്റ് ആയിട്ടുണ്ടായിരിക്കും. പിന്നീട് ചെയ്യുന്നത് അതിനോട് ആഡപ്പ് ചെയ്യും. 10% ഞാൻ ഈ ജന്മത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത ജന്മത്തിൽ എനിക്ക് ഭക്തി സേവനത്തിൽ 11ാമത്തെ % നിൽക്കേ തുടങ്ങുള്ളൂ. നേരെ മറിച്ച് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ബാങ്കിൽ 1 മില്യൺ റുപ്പീസ് ഉണ്ട്, അത് എനിക്ക് കൂടെ കൊണ്ടുപോകാൻ പറ്റുമോ? പറ്റില്ല. ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ ഒരു മില്യണയർ ആയിരുന്നു, അപ്പൊ ഞാൻ ഈ ജന്മത്തിലും മില്യണയർ ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എൻ്റെ ബന്ധുക്കൾ എൻ്റെ കൂടെ വരുമോ? എൻ്റെ പേരും പ്രശസ്തി കൂടെ വരുമോ? ഒന്നും വരില്ല. കാരണം എൻ്റെ ഈ ജന്മത്തിൽ മനുഷ്യ ജന്മമാണെങ്കിൽ അടുത്ത ജന്മത്തിൽ എന്ത് ജന്മം നമുക്ക് പറയാൻ പറ്റില്ല. ഡിവോട്ടീസ് ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യായിരുന്നു. ബോംബെ ട്രെയിനിൽ ഒരുപാട് ഡിവോട്ടീസ് ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യും. അപ്പോൾ കമ്മിങ് ബാക്ക് പറഞ്ഞിട്ട് ചെറിയ ബുക്കുണ്ട്, പ്രഭുപാദ എഴുതിയത് കമ്മിങ് ബാക്ക്. അപ്പോൾ ഈ പുസ്തകം ഡിസ്ട്രിബ്യൂഷൻ സമയത്ത് ഓഫ്കോഴ്സ് അപ്പോൾ ഒരു വിദ്വാൻ കമ്മിങ് ബാക്ക് അല്ലേ, ഇപ്പോൾ ഒരു കാര്യം ചെയ്യൂ, എന്താണ് എൻ്റെ ഉള്ളടക്കം? പറഞ്ഞു, നമ്മൾ റീഇൻകാർണേഷൻ, വീണ്ടും തിരിച്ചു വരുന്നു, നമ്മൾ വീണ്ടും ജനിക്കുന്നു, നമ്മളുള്ള അതിനെ പറ്റിയിട്ടുള്ളതാണ് ഈ പുസ്തകം. പറഞ്ഞപ്പോൾ ഒരു കാര്യം, ഈ പുസ്തകം എനിക്ക് ഇപ്പൊ ഫ്രീ തരൂ, അടുത്ത ജന്മത്തിന് ഞാൻ നിങ്ങൾക്ക് പൈസ തരാം. അങ്ങനെയാണ് അതായത് കളിയാക്കിയിട്ട് ഒരു പാസഞ്ചർ ട്രെയിനിൽ സഞ്ചരിക്കും പറഞ്ഞു, എന്തായാലും തിരിച്ചു വരികയാണ് ഞാൻ, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ഈ പുസ്തകം ഫ്രീ ആയിട്ട് തരും, അടുത്ത ജന്മത്തിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക്. അപ്പോൾ ഡിവോട്ടി അത്ര ചില്ലറക്കാരനല്ല. അപ്പൊ നിങ്ങൾ അടുത്ത ജന്മം ഒരു മനുഷ്യനായിട്ട് ജനിക്കുമോ ഒരു പട്ടിയായിട്ട് ജനിക്കുമോ എന്താ ഉറപ്പ്? മനുഷ്യനായിട്ട് ജനിച്ചാൽ നിങ്ങൾക്ക് എനിക്ക് തരാൻ പറ്റും, പട്ടിയായിട്ട് ജനിച്ചാൽ നിങ്ങൾക്ക് അറിയില്ല എന്താണ് ഒരു മൃഗത്തിന്, അതിനെ പറ്റി അറിയില്ല. അപ്പൊ എങ്ങനെ എനിക്ക് തിരിച്ചു തരാൻ? പിന്നെ അതിന് ഉത്തരമില്ല അവർക്ക് അല്ലേ? അപ്പൊ അതേപോലെ വണ്ടർഫുൾ ആൻസർ അല്ലേ പ്രഭുപാദ്ജിയുടെ? ഡിവോട്ടീസ് അങ്ങനെയാണ്. ഡിവോട്ടീസ് എല്ലാവരും വിചാരിക്കും ഞാൻ സ്മാർട്ടാണ്, ഓക്കെ, അപ്പൊ അതിനേക്കാൾ സ്മാർട്ടാണ് ഡിവോട്ടീസ്. പ്രഭുപാദം അങ്ങനെയാണ് ഓരോ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതാണ്. അതേപോലെ ട്രെയിനിൽ അങ്ങനെ പുസ്തകം വരികയും, അപ്പൊ കുരുക്ഷേത്രത്തില് ഭഗവാൻ കൃഷ്ണൻ അർജുനന് ഫ്രീ ആയിട്ട് ഉപദേശിച്ചു കൊടുത്തു. നിങ്ങൾ എന്തിനാ പൈസ മേടിക്കുന്നത്? നിങ്ങൾ 200 രൂപ 300 രൂപ മേടിക്കുന്നുണ്ടോ ഭഗവത്ഗീതയ്ക്ക്? നിങ്ങൾ എന്തിനാ? കുരുക്ഷേത്രത്തിൽ ഭഗവാൻ തന്നെ സ്വയം അർജുനന് ഫ്രീ ആയിട്ടാണ്, ഒരു പൈസ മേടിച്ചില്ല. അത് ശരിയാണ്. കുരുക്ഷേത്രത്തിൽ നിന്ന് ഇങ്ങോട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഉണ്ട്, ബോംബെയിലല്ലേ ഇത്. അപ്പൊ ട്രാൻസ്പോർട്ടേഷൻ ചാർജാണ് ഞങ്ങൾ മേടിക്കുന്നത്. ഓരോ കാര്യത്തിനും നമ്മുടെ ഡിവോട്ടീസ് സ്മാർട്ടറാണ്. എല്ലാവരും വിചാരിക്കുമോ ഇവർക്ക് ഒന്നും അറിയില്ല, ഇവരെ ഇങ്ങനെ ഈ കഷായ വസ്ത്രം എടുത്തിട്ട് തൊഴിലില്ലാണ്ട് അവരിങ്ങനെ അലഞ്ഞു നടക്കുന്ന ആൾക്കാരാണെന്ന് വിചാരിച്ചിരിക്കുന്നത്. ഇവരൊക്കെ IITians-ഉം അങ്ങനെ വലിയ വലിയ ഡിഗ്രി ഹോൾഡേഴ്സാണ് അവര്. ഈ ഭൗതിക ലോകത്തിന്റെ ആ ടെമ്പറാലിറ്റി, അതായത് ടെമ്പറൽ നേച്ചർ, അതായത് താൽക്കാലികമായിട്ടുള്ള ആ നേച്ചർ മനസ്സിലാക്കി, എന്താണ് സത്യം എല്ലാം മനസ്സിലാക്കിയിട്ടാണ്, ഭഗവത്ഗീത മുഴുവൻ മനസ്സിലാക്കിയിട്ടാണ് അവർ ഈ ഇതിലേക്ക് വന്നിരിക്കുന്നത്. ബ്രഹ്മചാരിയായിട്ടോ സന്യാസിയായിട്ടോ വന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അവരെയാണ് സാധാരണ ജനങ്ങളെ പഠിപ്പിക്കാൻ നോക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ ഡിവോട്ടീസ് പറഞ്ഞാൽ ദേ ആർ വെരി കണ്ണിങ്, അവർക്ക് നല്ല നോളേജ് ഉണ്ട്. സാധാരണ ആൾക്കാർ ഒന്നിനും കൊള്ളാത്ത ആൾക്കാരല്ല ഡിവോട്ടീസ് ആയിട്ടും, അതായത് ഇങ്ങനെ ബ്രഹ്മചാരി ഒരു ലൈനിൽ പോകുന്ന ആൾക്കാരെന്ന് പറയാം ചുരുക്കത്തിൽ. അപ്പൊ ഭഗവാനും പറയുന്നത് എന്താണ്, നമ്മൾ എന്താണ് ചെയ്യുന്നത് അത് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും, അതൊരിക്കലും
നശിക്കില്ല എന്നാണ് ഇവിടെ പ്രഭുപാദ പർപ്പോട്ടിലും പറയുന്നത്. ടെക്സ്റ്റ് 5. നഹി കശ്ചിത് ക്ഷണം അപി ജാതു തിഷ്ഠതി അകർമ്മകൃത് കാര്യതേ ഹി അവസാ കർമ്മ സർവപ്രകൃതി ജയഗുണൈ. നഹി കശ്ചിത് ക്ഷണം അപി ജാതു തിഷ്ഠതി അകർമ്മകൃത് കാര്യതേ ഹി അവസാ കർമ്മ സർവപ്രകൃതി ജയഗുണൈ. ആരെങ്കിലും റിസൈറ്റ് ചെയ്യും? ഹരേ കൃഷ്ണ. നഹി കശ്ചിത് ക്ഷണമപി ജാതു തിഷ്ഠതി കർമ്മകൃത് കാര്യത്തെ ഹ്യവശഃ കർമ്മ സർവപ്രകൃതി ജർഗുണൈ. വിവർത്തനം ആരെങ്കിലും വായിക്കോ? വായിച്ചോട്ടെ പ്രഭുജി. വായിക്കോ. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളിൽ നിന്നുളവാകുന്ന വാസനകൾക്കനുസരിച്ച് ഓരോ മനുഷ്യനും കർമ്മം ചെയ്യാൻ നിർബന്ധിതനാണ്. ആർക്കും ഒരൊറ്റ നിമിഷം പോലും കർമ്മത്തിൽ നിന്നൊഴിഞ്ഞു നിൽക്കാനാവില്ല. ഹരേ കൃഷ്ണ. Everyone is supposed to act helplessly according to the qualities he has acquired from the modes of material nature. Therefore, no one can refrain from doing something, not even for a moment. എല്ലാവരും ഈ മൂന്ന് ഗുണത്തിന്റെ അധീനത്തിലാണ്. എല്ലാവരും നമ്മള് ഈ ഭൗതിക ലോകത്തിൽ ഉള്ള ആൾക്കാരാണെങ്കിൽ ഈ മൂന്ന് ഗുണത്തിന്റെ അധീനത്തിലാണ്. ഈ മൂന്ന് ഗുണത്തിന്റെയും അതീതമായിട്ടുള്ള ആ ശുദ്ധ സാത്വിക് സ്റ്റേജിൽ വരുമ്പോഴാണ് നമ്മുടെ ലിബറേഷൻ അല്ലെങ്കിൽ മുക്തി അല്ലെങ്കിൽ മോക്ഷം നടക്കുന്നത്. അപ്പോൾ എത്രത്തോളം കാലം നമ്മൾ ഈ ഭൗതിക ലോകത്തുണ്ടോ നമ്മളെല്ലാവരും ഈ മൂന്ന് ഗുണത്തിന്റെ അധീനത്തിലാണ്. അതുകൊണ്ട് നമുക്ക് ആ ഗുണത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഓരോ കർമ്മങ്ങള് ചെയ്യേണ്ടി വരുന്നു. നമുക്കതൊന്ന് മാറി നിൽക്കാൻ പറ്റില്ല. ഓക്കെ, ഒരാള് രജോ ഗുണത്തിലാണെങ്കിൽ ആ രജോ ഗുണത്തിന്റെ സ്വഭാവം അയാൾ കാണിച്ചിരിക്കും. ഒരാൾ തമോ ഗുണത്തിലാണെങ്കിൽ തമോ ഗുണത്തിന്റെ സ്വഭാവം ആൾ കാണിച്ചിരിക്കും. അപ്പൊ ഓരോരുത്തരുടെ ക്യാരക്ടറും ഹാബിറ്റ്സും അവരുടെ ഇതെല്ലാം അടിസ്ഥാനത്തിൽ നമുക്ക് അദ്ദേഹത്തിന് ആ ആളെ നമുക്ക് വിലയിരുത്താൻ പറ്റും ഏത് ഗുണത്തിലാണ്. അപ്പോൾ തമോ ഗുണത്തിലുള്ള ഒരാള്, അതായത് നമ്മൾ കഴിക്കാൻ പാടില്ലാത്ത നോൺ വെജിറ്റേറിയൻ കാര്യങ്ങളൊക്കെ കഴിക്കുന്ന ആൾക്കാര് അതെല്ലാം തമോ ഗുണത്തിലായിരിക്കും. ഒരു കാര്യമില്ലാണ്ട് വെറുതെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നു, ഓക്കെ, അങ്ങനെല്ലാം പിന്നെ എങ്ങനെയെങ്കിലും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നു, ഇതെല്ലാം തമോ ഗുണത്തിനാണ്. പിന്നെ ആവശ്യത്തിനും അനാവശ്യത്തിനും ദേഷ്യം വരുന്നു, പെട്ടെന്ന് ദേഷ്യം വരുന്നു, ഓക്കെ, രജോ ഗുണം. ദേഷ്യം എന്ന് പറഞ്ഞാൽ തന്നെ രജോ ഗുണം. അങ്ങനെ ഓരോ ഗുണത്തിന്റെ അടിസ്ഥാനത്തില് നമ്മളെല്ലാം തരംതിരിക്കപ്പെട്ടിരിക്കുന്നു. ഏത് ഗുണത്തിലാണോ നമ്മളുള്ളത് തീർച്ചയായിട്ടും ആ ഗുണം നമ്മളുടെ പ്രകടമാകും, അത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. ആ ഗുണത്തിന്റെ അടിസ്ഥാനം നമ്മുടെ ഓരോ കർമ്മവും, നമ്മുടെ ഓരോ സ്വഭാവവും, നമ്മുടെ ഓരോ ശീലവും. അത് വളരെ ക്ലിയർ ആയിട്ട് നമ്മുടെ ഭഗവത്ഗീതയില് ഏത് ഗുണത്തില് എന്താണ് നമ്മൾ ചെയ്യുക, എന്താണ് കഴിക്കുക, എങ്ങനെ സംസാരിക്കും, എങ്ങനെ നിൽക്കും, എങ്ങനെ നടക്കും, ഇതെല്ലാം ഭഗവാൻ നമ്മുടെ ഭഗവത്ഗീതയിലെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. സോ ഇറ്റ്സ് നോട്ട് എ ക്വസ്റ്റ്യൻ ഓഫ് എംബോഡിഡ് ലൈഫ്, ബട്ട് ഇറ്റ്സ് എ നേച്ചർ ഓഫ് ദ സോൾ ടു ബി ഓൾവേസ് ആക്റ്റീവ്. അപ്പോൾ നമ്മള് ഭൗതിക ലോകത്തില് നല്ല ആധ്യാത്മിക ലോകത്തില് എവിടെയായാലും നമുക്ക് ഇനേഷ്യ, അതായത് ആക്ടിവിറ്റി ഇല്ലാണ്ട് വെറുതെ ഇരിക്കാൻ പറ്റില്ല. നമ്മൾ എപ്പോഴും ആക്റ്റീവാണ്. അത് എവിടെയാലും ശരി. ആധ്യാത്മിക ലോകത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ ആക്ടിവിറ്റി ഭഗവാനെ സേവിക്കുക, ഭക്തി സേവനം. അപ്പൊ അവിടെയും ആക്ടിവിറ്റി ഉണ്ട്. അതില്ലാണ്ട് നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. വിത്തൗട്ട് ദ പ്രസൻസ് ഓഫ് ദ സ്പിരിറ്റ് സോൾ ദ മെറ്റീരിയൽ ബോഡി കനോട്ട് മൂവ്. അപ്പൊ നമ്മളുടെ ശരീരം പഞ്ചഭൂതങ്ങളെ കൊണ്ട് ഉണ്ടാക്കിയതാണ്. പഞ്ചഭൂതം എന്ന് പറഞ്ഞാൽ ജഡമാണ്, ഓക്കെ, മാറ്ററാണ്. മാറ്ററിന്റെ അതിൽ കോൺഷ്യസ്നെസ് എപ്പോഴാണ് ഉണ്ടാവുന്നത്? ഈ സ്പിരിറ്റ് സോള് ഉണ്ടാവുമ്പോഴാണ് അതിന്റെ കോൺഷ്യസ്നെസ് ഉണ്ട്. അങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്. നമ്മുടെ ഓരോ അവയവങ്ങളും ഫങ്ഷൻ ചെയ്യുന്നത് ബിക്കോസ് ദ കോൺഷ്യസ്നെസ് പെർവേഡ്സ് ദ എൻറ്റയർ ബോഡി ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ദ സോൾ. ആ ആത്മാവിന്റെ പ്രസൻസ് കൊണ്ട് കോൺഷ്യസ്നെസ് നമ്മുടെ ബോഡിയിൽ ത്രൂ ഔട്ട് ഉണ്ടായിരിക്കും. അങ്ങനെയാണ് നമ്മൾ ഓരോ കർമ്മങ്ങളും ചെയ്യുന്നത്. അല്ലാണ്ട് ഈ ശരീരം വർക്ക് ചെയ്യില്ല. അത് ഒരിക്കലും നമ്മളെ ഈ കൈ ഒന്ന് പൊക്കണമെന്നുണ്ടെങ്കിൽ എന്താണ്, ഈ ശരീരത്തില് ആത്മാവ് ഉണ്ടായിരിക്കണം. ആത്മാവില്ലെങ്കിൽ, ആത്മാവ് പോയി കഴിഞ്ഞാൽ ജഡമായി, ഡെഡ് ബോഡിയായി, അല്ലേ? സോ ദ ബോഡി ഈസ് ഓൺലി എ ഡെഡ് വെഹിക്കിൾ ടു ബി വർക്ക്ഡ് ബൈ ദ സ്പിരിറ്റ് സോൾ. ഓക്കെ, അത് ഫോർ എക്സാമ്പിൾ ഒരു കാറുണ്ട്. ആ കാറ് ഡെഡ് വെഹിക്കിളാണ്. അതിനെ ഓടിക്കാൻ ഒരു ഡ്രൈവർ വേണം.
അപ്പൊ ആ ഡ്രൈവർ ആ കാറിന്റെ ഇഞ്ചൻ ഓൺ ചെയ്തിട്ട് ഓടിക്കുമ്പോഴാണ് അത് മൂവ് ചെയ്യുള്ളൂ. അതേപോലെ ഈ വെഹിക്കിള് മൂവ് ചെയ്യണമെങ്കിൽ ഇതിന്റെ സോള് വേണം, ആത്മാവ് വേണം, ഇല്ലെങ്കിൽ അത് മൂവ് ചെയ്യില്ല. വിച്ച് ഈസ് ഓൾവേസ് ആക്റ്റീവ് ആൻഡ് കനോട്ട് സ്റ്റോപ്പ് ഈവൻ ഫോർ എ മൊമെന്റ്. ഒരു മിനിറ്റ് കൂടിയും അത് ആത്മാവുണ്ടെങ്കിൽ ഒരു മിനിറ്റും കൂടി നമ്മളുടെ ആക്ടിവിറ്റി നിൽക്കില്ല. ആസ് സച്ച് ദ സ്പിരിറ്റ് സോൾ ഹാസ് ടു ബി എൻഗേജ് in the good work of Krishna consciousness. Otherwise, it will be engaged in occupations dictated by the illusory energy. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ആക്ടിവിറ്റി ഭഗവാന് പ്രീതി കൊടുക്കുന്ന വിധത്തിലായിരിക്കണം, ഭഗവാനെ പ്രീതിപ്പെടുത്തുന്ന വിധത്തിലായിരിക്കണം. അതല്ലെങ്കിൽ അതാവും അത് മായയെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉള്ള ജോലിയായിരിക്കും. എസ്പെഷ്യലി മായയുടെ ആ മായാജവനികയിൽ അതിൽ അകപ്പെടും, മായാലോകത്തിൽ അകപ്പെടും. എന്താണ് മായാലോകത്തിൽ അകപ്പെട്ടാൽ? അതായത് ഈ ജീവിതം എനിക്ക് ആസ്വദിക്കാനാണ്, എൻ്റെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ്, ഭഗവാനൊന്നുമില്ല. ഓക്കെ, ബെഗ് ബോറോ ആൻഡ് സ്റ്റീൽ, എങ്ങനെയും സമം അടിച്ചു പൊളിച്ച് ജീവിക്കുക. ചില ആൾക്കാരുടെ ഒരു ഫിലോസഫിയാണ് ബെഗ് ബോറോ ആൻഡ് സ്റ്റീൽ ആൻഡ് എൻജോയ്. അതേപോലെ നമ്മൾ തെറ്റായിട്ടുള്ള ആ വഴി കൂടെ സഞ്ചരിക്കും. So in contact with material energy, the spirit soul acquires material modes, and to purify the soul from such affinities, it is necessary to engage in the prescribed duties and joy in the shastras. അപ്പോൾ നമ്മൾ ഒരു പെർട്ടിക്കുലർ വർണ്ണത്തില് പെർട്ടിക്കുലർ ഗുണത്തില്, അതായത് തമോ ഗുണത്തിലോ അല്ലെങ്കിൽ രജോ ഗുണത്തിലോ അല്ലെങ്കിൽ സത്വഗുണത്തിലായിരിക്കാം. പക്ഷെ അതിൽ നിന്ന് നമ്മൾ പ്യൂരിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? ഭഗവാൻ നമുക്ക് ഒരുപാട് വേദഗ്രന്ഥങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളുടെ തമോ ഗുണത്തിൽ നിന്ന് നമ്മൾ രജോ ഗുണത്തിലേക്കും, രജോ ഗുണത്തിൽ നിന്ന് സത്വഗുണത്തിലേക്കും, സത്വഗുണത്തിൽ നിന്ന് ശുദ്ധ സാത്വിക സ്റ്റേജിലേക്കും എങ്ങനെ പോകണം എന്നുള്ളത്, എങ്ങനെ അത് നമ്മൾക്ക് നേടിയെടുക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മളുടെ വേദഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വേദങ്ങളെല്ലാം നമുക്കത് വായിച്ച് മനസ്സിലാക്കിയിട്ട് അത് പ്രകാരം നമുക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം അത്രയും അപാരമായിട്ടുള്ള ഒരു സാഗരം പോലെയാണ് നമ്മുടെ വേദങ്ങൾ. നമ്മളുടെ ആയുസ് എന്ന് പറഞ്ഞാലോ വളരെ നിശ്ചിതമായിട്ടുള്ളൊരു കാലയളവിൽ മാത്രമുള്ളതാണ്. എസ്പെഷ്യലി കലിയുഗത്തിൽ നമ്മൾ 60 വയസ്സ് 70 വയസ്സ് ആവറേജ്, ഇതാണ് നമ്മളുടെ ലൈഫ് സ്പാൻ. അപ്പോൾ ഇത്രയും ചെറിയ ഈ സമയം കൊണ്ട് ഇതൊന്നും വായിച്ച് മനസ്സിലാക്കി അത് പ്രകാരം നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇൻ എ നട്ട്ഷെൽ ഭഗവത്ഗീതയിൽ നമുക്ക് എല്ലാ ഫിലോസഫിയും പറഞ്ഞു തന്നു. എല്ലാ വേദങ്ങളും പുരാണങ്ങളും ഉപനിഷത്തുകളും ഇതൊന്നും വായിച്ച് മനസ്സിലാക്കി നമുക്ക് അത് നമ്മളുടെ ജീവിതത്തിൽ പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ പറ്റില്ല. അതുകൊണ്ട് ഇൻ എ നട്ട്ഷെൽ അതിൻ്റെ എസെൻസ് ആയിട്ടുള്ള എന്താണ് ഭഗവത്ഗീത വായിച്ചാൽ മതി. പ്രഭുപാദ് പറയുന്ന 4 books ആർ ഇനഫ് എന്നാണ് പറയുന്നത്. ഭഗവത്ഗീത, ശ്രീമദ് ഭാഗവതം, പിന്നെന്താണ് ചൈതന്യ ചരിതാമൃത, പിന്നെ ഈശോപനിഷതോ നെക്ടർ ഓഫ് ഡിവോഷൻ, അങ്ങനെ എന്താണ് 4 books ആർ ഇനഫ്. ഈ 4 books, അതായത് നമുക്ക് എല്ലാ വേദങ്ങളും വായിച്ച് മനസ്സിലാക്കാനുള്ള അതിനുള്ള കഴിവോ അതിനുള്ള അറിവോ അതിനുള്ള സമയമോ ഒന്നും നമുക്കില്ല. അപ്പൊ ഇത് എങ്ങനെയെങ്കിലും നമ്മൾ അറ്റ്ലീസ്റ്റ് ആദ്യം തുടങ്ങേണ്ടത് ഭഗവത്ഗീത. അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് വി ആർ നോട്ട് ദ ബോഡി, വി ആർ ദ സോൾ. ഞാൻ ഈ ശരീരമല്ല, ഞാൻ ഈ ആത്മാവാകുന്നു. ഈ സത്യം മനസ്സിലാക്കണം. അതാണ് 2ാമത്തെ ചാപ്റ്ററിൽ ഉടനീളം വീണ്ടും വീണ്ടും ഭഗവാൻ ആവർത്തിച്ച് പറയുന്നത്. അർജുന, നീ തെറ്റിദ്ധരിക്കാണ്. നീ ഈ ശരീരത്തിന്റെ ആ ഒരു ബേസിസ് കൊണ്ടാണ് എല്ലാം കാണുന്നത്. ഒരു ശാരീരിക അവബോധത്തിലാണ് നീ ജീവിക്കുന്നത്. ശരീരം ടെമ്പററിയാണ്, അത് നശിക്കുന്നതാണ്. ആത്മാവാണ് പെർമനന്റ് ആയിട്ടുള്ളത്. അതാണ് നമ്മളുടെ അസ്തിത്വം. അതിന് മരണമില്ല. ബാക്കി ശരീരം വന്നും പോയും കൊണ്ടിരിക്കുന്നു. ഈ തത്വത്തെ വീണ്ടും വീണ്ടും സിമെന്റ് ഇട്ട് ഉറപ്പിക്കുകയാണ് പറയുന്നത്. പല ശ്ലോകങ്ങളും അതിനെ പറ്റിയിട്ട് ആത്മാവിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റിയിട്ട് ഭഗവാൻ അവിടെ അർജുനന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോ എന്താണ് നമ്മളുടെ ശുദ്ധീകരണത്തിന് നമ്മൾ ഏത് ഗുണത്തിലാണെന്നോ അതൊന്നും ഉയർന്ന ഗുണത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഭഗവാൻ എന്താണോ പറഞ്ഞിരിക്കുന്നത്, ഭഗവാൻ എന്താണോ ആഗ്രഹിക്കുന്നത്, നമ്മൾ എങ്ങനെ ജീവിക്കണം അത് പ്രകാരം നമ്മൾ ജീവിച്ചാൽ മാത്രമേ നടക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മായാദേവി എന്താണ് പറയുന്നത്, ഭഗവാന്റെ എക്സ്റ്റേണൽ എനർജി എന്താണോ ഡിക്റ്റേറ്റ് ചെയ്യുന്നത് അത് പ്രകാരം ജീവിക്കേണ്ടി വരും. അങ്ങനെ മായാദേവിയുടെ ഡിക്റ്റേഷനിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് അതിന്റെ അനന്തരഫലം? പുനരഭി ജനനം, പുനരഭി മരണം. വീണ്ടും വീണ്ടും ജനിച്ച് മരിച്ചുകൊണ്ടിരിക്കണം. അത് നിർബന്ധമില്ല നമുക്ക് മനുഷ്യ ശരീരം കിട്ടുമെന്നുള്ളത്. നമ്മുടെ ഗർഭത്തിന്റെ അനുസരിച്ചിട്ട് നമുക്ക് മൃഗങ്ങളുടെയോ പക്ഷികളുടെയോ കൃമികീടങ്ങളുടെയോ വൃക്ഷങ്ങളുടെയോ മത്സ്യത്തിന്റെയോ ഏത് വേണമെങ്കിൽ
നമുക്ക് ആ ശരീരം കിട്ടും. അപ്പൊ നമ്മള് വീണ്ടും വീണ്ടും ഗ്ലൈഡിങ് ഡൗൺ ടു ലോവർ സ്പീഷീസ്, അധമത്തിലേക്ക് പോവാണ്, അധോഗതിയിലേക്ക് പോവാണ്. അടുത്ത ജന്മം മനുഷ്യൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ, മനുഷ്യ ജന്മം കിട്ടിയിട്ടുണ്ടെങ്കിൽ വളരെ നല്ലത്. പക്ഷെ മനുഷ്യ ജന്മം കിട്ടണമെന്നെങ്കിലും നമ്മൾ നല്ല പ്രവൃത്തി ചെയ്യണം, സത്കർമ്മങ്ങൾ ചെയ്യണം, എന്നാലേ മനുഷ്യജന്മം കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മളെന്താ അധോഗതി, അതായത് അധമമായിട്ടുള്ള ലോവർ സ്പീഷീസിന് നമുക്ക് ജന്മം കിട്ടും. പിന്നെ വീണ്ടും മനുഷ്യജന്മം കിട്ടണമെന്നുണ്ടെങ്കിൽ എത്രയോ ജന്മങ്ങൾ എടുക്കണം. ഒരു പ്രകൃതി നിയമത്തിന്റെ അടിസ്ഥാനത്തിലെ ഒരു സെറ്റ് പാത്ത് ഉണ്ട്, അതനുസരിച്ചിട്ടാണ് നമുക്ക് മനുഷ്യജന്മം വീണ്ടും കിട്ടുള്ളൂ. അതിന് എത്രയോ മില്യൺസ് ഓഫ് ബർത്ത് എടുക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു വരാൻ പാടില്ല. അതുകൊണ്ട് ഈ ജന്മം നമ്മൾ പാഴാക്കാൻ പാടില്ല. ഇത് വളരെ വിരളമായിട്ട് കിട്ടിയിട്ടുള്ള ഒരു ജന്മമാണ് മനുഷ്യജന്മം. വീണ്ടും വീണ്ടും ടൈം ആൻഡ് അഗെയിൻ നമ്മുടെ ശാസ്ത്രങ്ങൾ അത് പ്രതിപാദിക്കുന്നു. മനുഷ്യജന്മം എന്ന് പറഞ്ഞാൽ വളരെ വളരെ വിരളമായിട്ടാണ്. പ്രഹ്ലാദ് മഹാരാജ് അതാണ് പറയുന്നത്, ദുർലഭോ മാനുഷ്യ ജന്മം, വളരെ ദുർലഭമായി കിട്ടുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് പാഴാക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ മനുഷ്യജന്മം കിട്ടിയത് നമ്മുടെ ശരിക്കും അതിനെ വിനിയോഗിക്കണം. എന്നിട്ട് ഇതിൽ നിന്നും ഉയരണം. ഈ ഭൗതിക ലോകത്ത് നിന്ന് ഉയരാനുള്ള ഒരേ ഒരു സ്പ്രിംഗ് ബോർഡാണ്. വേറെ ഒരു യോനിയിൽ നിന്ന് നമുക്ക് ഇത്രയും ഈസി ആയിട്ട് നമ്മുടെ ഭഗവത്ധാമിലേക്ക് പോകാൻ പറ്റില്ല. അപ്പൊ താഴെയുള്ള യോനികളിൽ നിന്ന് ഒരിക്കലും പറ്റില്ല. മനുഷ്യ ജന്മത്തിൽ നിന്ന് മാത്രമാണ്. 400,000 സ്പീഷീസ് ഓഫ് ലൈഫ്സ് ആണ് മനുഷ്യജന്മം എന്ന് പറയുന്നത്. മനുഷ്യന്റെ ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന ജീവൻ 400,000 സ്പീഷീസ് ഓഫ് ഹ്യൂമൻ ലൈഫ്. ചതുർലക്ഷാണി മാനവ 400,000. ഈ കാറ്റഗറിയിൽ വരുന്ന ആൾക്കാർക്ക് മാത്രമാണ് ഡയറക്റ്റ് ഇവിടുന്ന് ഈ ലൈഫ് കഴിഞ്ഞാൽ ആധ്യാത്മിക ലോകത്തിലേക്ക് പോകാൻ പറ്റൂ. ഒരു പശുവിന്, ഒരു പക്ഷിക്ക്, അല്ലെങ്കിൽ ഒരു കൃമിക്ക്, അല്ലെങ്കിൽ വേറെങ്കിലും ഇഴജന്തുക്കൾക്ക് അവർക്ക് ഡയറക്റ്റ് ഭഗവത് ധാമിലേക്ക് പോകാൻ പറ്റില്ല. അവർക്ക് ആ പ്രകൃതി നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ ഉയർന്നു വന്ന് മനുഷ്യ ശരീരം കിട്ടണം. അതിന് എത്ര ജന്മങ്ങൾ എടുക്കണം എന്നുള്ളത് നമുക്ക് തന്നെ അറിയില്ല. അത്ര പെട്ടെന്ന് മനുഷ്യജന്മം കിട്ടില്ല. എന്തുകൊണ്ടാണ്? നമ്മളെ ഈ താഴ്ന്ന ലോവർ സ്പീഷീസിൽ പോകുന്ന നമ്മുടെ സ്വന്തം കർമ്മം കാരണമാണ്. ഭഗവാൻ നമ്മളെ പർപ്പസ്ലി ഒരു താഴ്ന്ന യോനിയിൽ കൊണ്ടേ ജന്മം തരല്ല ചെയ്യുന്നത്. നമ്മൾ സ്വയം ചെയ്ത കർമ്മങ്ങളാണ് നമ്മളെ ആ യോനിയിലേക്ക് കൊണ്ട് ചെന്ന് എത്തിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവത്ഗീത, മറ്റ് ഗ്രന്ഥങ്ങളെല്ലാം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അതിനനുസരിച്ച് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായിട്ടും ഈ ജന്മത്തിൽ തന്നെ നമുക്ക് ഭഗവത്ധാമിലേക്ക് പോകാൻ പറ്റും. അത് നമ്മൾ വേണ്ട പോലെ ഉപയോഗിച്ചില്ലെങ്കിൽ വീണ്ടും നമുക്ക് ജനിക്കേണ്ടി വരും. ആ ജന്മം മനുഷ്യജന്മമാണോ മറ്റു ജന്മമാണോ നമ്മുടെ കർമ്മത്തിൻ്റെയും ആ ആഗ്രഹങ്ങളുടെയും അടിസ്ഥാനത്തിലായിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. സോ ഇൻ കോണ്ടാക്ട് with material energy, the spirit soul acquires material modes. And to purify the soul from such affinities, it is necessary to engage in the prescribed duties enjoined in the Shastras. അപ്പോൾ എന്താണ് പ്രിസ്ക്രൈബ് ഡ്യൂട്ടി എന്ന് പറയുന്നത്? അപ്പോൾ വർണ്ണാശ്രമ ധർമ്മം. അപ്പോൾ അത് തുടക്കം മാത്രമാണ്. അതാണ് ബേസിക് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഒരു മനുഷ്യനായിട്ട് ജനിച്ചാൽ ഒരു മനുഷ്യൻ മിനിമം ഒരു യോഗ്യത എന്ന് പറഞ്ഞാൽ വർണ്ണാശ്രമ ധർമ്മം ഫോളോ ചെയ്യാന്നുണ്ട്. വർണ്ണം, ആശ്രമം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര, പിന്നെ ബ്രഹ്മചര്യ, ഗൃഹസ്ഥ, വാനപ്രസ്ഥ, സന്യാസ. ഇതിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ഏത് കാറ്റഗറിയാണോ അതനുസരിച്ചിട്ടുള്ള പ്രിസ്ക്രൈബ് ഡ്യൂട്ടീസ്, കർത്തവ്യങ്ങൾ, ദൗത്യങ്ങൾ, നമ്മുടെ കർമ്മങ്ങൾ അതനുസരിച്ച് ചെയ്യണം. അതാണ് തുടക്കം. അങ്ങനെ നമ്മൾ സ്ലോലി ആൻഡ് ഗ്രാജുവലി നമ്മളൊരു ശുദ്ധ ഭക്തനായിട്ട് തീർന്നാൽ നമ്മളുടെ ഈ ജന്മത്തിൽ നമുക്ക് കരകയറാൻ പറ്റും. അപ്പൊ തുടക്കം തന്നെ എന്താണ്? പ്രിസ്ക്രൈബ് ഡ്യൂട്ടീസ്, വർണ്ണാശ്രമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ആ കർമ്മങ്ങൾ നമ്മൾ ചെയ്യണം എന്നാണ് പറയുന്നത്. അത് ശാസ്ത്രങ്ങളിൽ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് അതിനെപ്പറ്റി പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ അതിന്റെ തത്വങ്ങൾ, അതിന്റെ ഫിലോസഫി നമുക്ക് ശരിക്കും മനസ്സിലായാൽ തന്നെ ബാക്കിയെല്ലാം നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. സോ ബട്ട് ഇഫ് ദ സോൾ ഈസ് എൻഗേജ് in his natural function of Krishna consciousness, whatever he is able to do is good for him. ശ്രീമദ് ഭാഗവതം affirms this. അപ്പോൾ നമ്മൾ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ എന്തെല്ലാം ചെയ്യുന്നു അതെല്ലാം ആ വ്യക്തിക്ക്,
ആ ആത്മാവിന് ഗുണമേ ചെയ്യുള്ളൂ, നന്മയെ ചെയ്യുള്ളൂ. അപ്പൊ ഇത് ശ്രീമദ് ഭാഗവതത്തില് പറയുന്നുണ്ട്. ത്യക്വാ സുധർമ്മം ചരണാംബുജം ഹരേ ഭജന ഭക്വോഥ പതേ തതോ യദി യത്ര ക്വാ വാഭദ്രം അഭൂതമുസ്യ കിം വാർത്ഥാപ്തോ ഭജതം സ്വധർമ്മത. If someone takes to Krishna consciousness, even though he may not follow the prescribed duties in the Shastras or execute the devotional service properly, and even though he may fall down from the standard, there is no loss or evil for him. ഇതന്നെ നമ്മൾ നേരത്തെയും പറഞ്ഞത്. നേഹാ വിക്രമനാശ്വസ്തി പ്രത്യവായോ ന വിദ്യതേ സ്വല്പം അഭ്യസ്യ ധർമ്മസ്യ ത്രായത്തെ മഹതോഭയ. അപ്പോ നമ്മുടെ ഈ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ നമ്മളത് പെർഫെക്റ്റ് ആയിട്ടില്ല. നമ്മുടെ ശരിക്കും അതിന്റെ പ്രിസ്ക്രൈബ് ഡ്യൂട്ടീസ് നമ്മുടെ കർമ്മങ്ങൾ ചെയ്യുന്നില്ല. നമ്മുടെ ഭക്തിയുത സേവനം ശരിക്കും ചെയ്യുന്നില്ല. എന്നാലും കൂടിയിട്ട് നമ്മൾ അതിനെല്ലാം വീഴ്ച സംഭവിച്ചു, നമ്മുടെ സ്റ്റാൻഡേർഡ് ഒന്നും ശരിക്ക് ഫോളോ ചെയ്യുന്നില്ല. എന്നാലും നമുക്ക് നഷ്ടമില്ല എന്നാണ് പറയുന്നത്. കാരണം കുറച്ച് ചെയ്താലും അത് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും ആസ് എ ക്രെഡിറ്റ്. അതുകൊണ്ട് ഒരിക്കലും നഷ്ടപ്പെട്ടില്ല. നേരെ മറിച്ച് ഭൗതിക തലത്തിൽ എത്ര തന്നെ സമ്പാദിച്ചാലും അത് ഈ ലൈഫിനോടുകൂടി എല്ലാം അവസാനിച്ചു, നമുക്കത് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റില്ല. നേരെ മറിച്ച് ഭക്തിയുത സേവനം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ക്യാരി ഫോർവേഡായിട്ട് നമ്മുടെ അടുത്ത ജന്മത്തില് ആ ക്രെഡിറ്റിൽ എപ്പോഴും ഉണ്ടായിരിക്കും. അതന്നെ ഇവിടെ ശ്രീമദ് ഭാഗവതത്തിനും വീണ്ടും ആവർത്തിച്ച് പറയുന്നു. So, but if he carries out all the injunctions for purification in the Shastras, what does it avail? What does it avail him if he is not Krishna? അപ്പൊ നമ്മൾ ഭക്തനല്ലെങ്കിൽ, ഭക്തി ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് തന്നെ സമ്പാദിച്ചാലും ശരി നമുക്ക് ഒരു കാര്യമില്ല. ഓക്കെ, നമ്മുടെ ദേഹത്തിനെ ഒരുപാട് നന്നാക്കി, നമുക്ക് ഭൗതിക തലത്തിൽ ഒരുപാട് പ്രശസ്തിയും കീർത്തിയും പേരും പ്രശസ്തിയൊക്കെ കിട്ടി, ഒരുപാട് പണം സമ്പാദിച്ചു, ഒരുപാട് ആൾക്കാരെ സഹായിച്ചു, ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തു. എന്നിട്ട് എന്താണ് നമുക്ക് കിട്ടിയത്? ആത്മാവിന് വേണ്ടി വല്ലതും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കൃഷ്ണ കോൺഷ്യസ് അല്ലെങ്കിൽ ഭക്തനല്ലെങ്കിൽ നമ്മൾ ഒന്നും സമ്പാദിച്ചിട്ടില്ല. കാരണം നമുക്ക് ഒന്നും ഈ ലൈഫിൽ നിന്ന് അടുത്ത ലൈഫിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. So the purificatory process is necessary for reaching this point of Krishna consciousness. Therefore, sannyasa or any purificatory process is to help reach the ultimate goal of becoming Krishna conscious, without which everything is considered failure. അപ്പോൾ ഇതെല്ലാം സംസ്കാരങ്ങളാണ്. ഓരോ സംസ്കാരങ്ങൾ നമ്മൾ ചെയ്യുന്നത് എല്ലാം നമ്മളുടെ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അല്ലാണ്ട് ഒരു ഫാഷന് വേണ്ടിയിട്ടല്ല. അപ്പൊ നമ്മൾ ദീക്ഷ എടുക്കുന്നുണ്ട്. ദീക്ഷ ഇന്നത്തെ കാലത്ത് പല ആൾക്കാരും എല്ലാവർക്കും ഗുരുണ്ട്, എനിക്കൊരു ഗുരു വേണം, ഇത് ഫാഷൻ അല്ലാതെ ദീക്ഷ എന്ന ഒരു പ്രോസസ്സിലൂടെ മാത്രമാണ് നമുക്ക് ഭഗവാനായിട്ടുള്ള കണക്ഷൻ, ഒരു സ്പിരിച്വൽ കണക്ഷനേ ഉണ്ടാവുന്നുള്ളൂ. ഒരു സ്പിരിച്വൽ കണക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സമ്പ്രദായത്തിന്റെ ആ ശൃംഖലയിൽ വരണം, അതിലൊരു കണ്ണിയാവണം. ഓക്കെ, നമുക്ക് ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു ബൾബുണ്ട്, അവിടെ പവർ ഹൗസും ഉണ്ട്. ആ പവർ ഹൗസിൽ നിന്ന് എങ്ങനെയും കറണ്ട് ഈ ബൾബിലേക്ക് വന്നാൽ മാത്രമേ ലൈറ്റ് വരുള്ളൂ. കണക്ഷൻ വേണ്ടേ? കണക്ഷൻ ഇല്ലാണ്ട് എങ്ങനെ ലൈറ്റ് വരും? അതേപോലെ നമ്മളുടെ ഒരു സ്പിരിച്വൽ കണക്ഷൻ വേണമെങ്കിൽ ആ സമ്പ്രദായത്തിന്റെ ആ ഒരു ശൃംഖലയിൽ നമ്മൾ വരണം. അപ്പോൾ ഒരു ദീക്ഷ എന്നുള്ള ഒരു പ്രോസസ്സ്, ഒരു സ്പിരിച്വൽ മാസ്റ്ററെ അക്സെപ്റ്റ് ചെയ്യാന്നുള്ള പ്രോസസ്സ് നമ്മുടെ ആ ഒരു കണക്ഷൻ വിത്ത് ദ സുപ്രീം ലോർഡ്, ആ ലിങ്കാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അല്ലാണ്ട് വെറുതെ എന്തും ചെയ്താലും എനിക്ക് ഭഗവത് ധാമിൽ എത്താൻ പറ്റും എന്നുള്ള ആ വ്യാമോഹം തെറ്റാണ് എന്നാണ് പറയുന്നത്. ഒരു സ്പിരിച്വൽ കണക്ഷൻ വേണമെങ്കിൽ അതിൻ്റെ സർട്ടൻ പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സ് ത്രൂ ചെയ്താൽ മാത്രമേ നമുക്ക് ഭഗവാനായിട്ടുള്ള ആ ഒരു സ്പിരിച്വൽ കണക്ഷൻ, അതിൻ്റെ ഒരു മീഡിയേറ്ററാണ് ഗുരു. അത് വേണം, അല്ലാതെ നടക്കില്ല. സോ therefore sannyasa or any purificatory process is to help reach the ultimate goal. നമ്മുടെ പരമലക്ഷ്യത്തിന് എത്താനുള്ള ആ ഒരു മാർഗമാണത്. ഒരു പ്യൂരിഫിക്കേറ്ററി പ്രോസസ്സാണ് ഈ ചെയ്യുന്ന എല്ലാ സംസ്കാരങ്ങളും. അൾട്ടിമേറ്റ് ഗോൾ ഓഫ് ബിക്കമിങ് കൃഷ്ണ കോൺഷ്യസ്. എന്താണ് അൾട്ടിമേറ്റ് ഗോൾ? നമ്മൾ കൃഷ്ണ കോൺഷ്യസ് ആവുക, കൃഷ്ണാവബോധത്തിലേക്ക് എത്തുക. ഇപ്പൊ നമ്മൾ എന്താണ്? ശാരീരിക അവബോധത്തിലാണ്. എന്താണ് ശാരീരിക അവബോധം? ഞാൻ ഈ ദേഹമാവുന്നു, എൻ്റെ പേര് സോ ആൻഡ് സോ, ഞാൻ ഇന്ത്യനാണ്,
ഞാൻ വെളുത്തതാണ്, ഞാൻ കറുത്തതാണ്, ഞാൻ എഞ്ചിനീയറാണ്, ഞാൻ ഡോക്ടറാണ്, ഞാൻ അതാണ്, ഇതാണ്. എല്ലാം എന്തിനാണ്? ഇതെല്ലാം ഡിസിഗ്നേഷൻസ് ടു ദ ബോഡി. ശരീരത്തിനുള്ള ഉപാധികളാണ് ഇതെല്ലാം. ഞാൻ ഇന്ത്യനാണ് അല്ലെ, ഞാൻ എഞ്ചിനീയറാണ്, ഞാൻ ഡോക്ടറാണ്. ഇതെല്ലാം ആർക്കുള്ളതാണ്? ആത്മാവിനുള്ള ഡിസിഗ്നേഷൻസ് അല്ല, ഇതെല്ലാം ശരീരത്തിനുള്ള ഡിസിഗ്നേഷൻസ് ആണ്. ഇത് ശരീരം നശിക്കുന്നതോടുകൂടി ഈ ഡിസിഗ്നേഷൻസ് എല്ലാം നശിക്കും. അപ്പൊ നമ്മൾ ഇപ്പോ ശാരീരിക അവബോധല, ഇത് എൻ്റെ വീടാണ്, ഇത് എൻ്റെ കുടുംബമാണ്, ഇത് എൻ്റെ രാഷ്ട്രമാണ്, ഇതെല്ലാം എന്താണ്? ശാരീരിക അവബോധത്തിലാണ്. ഇതെല്ലാം മെറ്റീരിയൽ ഐഡന്റിഫിക്കേഷൻ ആണ്. അതിൽ നിന്ന് നമ്മൾ കൃഷ്ണാവബോധത്തിലേക്ക് എത്തണം. എന്താണ് കൃഷ്ണാവബോധം എന്ന് പറഞ്ഞാൽ? ഐ എം പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ദ സുപ്രീം ലോർഡ്, മമായി വാംസോ ജീവലോകെ ജീവഭൂത സനാതന. ഓക്കെ, ഞാൻ ഭഗവാന്റെ അംശമാകുന്നു. അപ്പൊ എൻ്റെ ദൗത്യം ഭഗവാനെ സേവിക്കുകയാണ്. ജീവരെ സ്വരൂപമായ കൃഷ്ണരെ നിത്യദാസ്, അതാണ് എൻ്റെ ഐഡന്റിഫിക്കേഷൻ അല്ലെ. അല്ലാണ്ട് ഒരുപാട് ധർമ്മങ്ങൾ ഈ നമ്മുടെ ശാസ്ത്രങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട്. സാമാന്യ ധർമ്മങ്ങൾ, ഓക്കെ, രാജധർമ്മ, കുലധർമ്മ, സ്ത്രീധർമ്മ, പത്നിധർമ്മ, പുരുഷധർമ്മ, പതിധർമ്മ, അങ്ങനെ ഒരുപാട് ധർമ്മങ്ങളുണ്ട്. അതെല്ലാം ശരിയാണ്. പക്ഷെ അതിലും ഉപരിയാണ് അൾട്ടിമേറ്റ് ധർമ്മം. എന്നാണ് ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നത്? സവായ് പുംസാം പരോ ധർമ്മോ യഥോ ഭക്തിർ അധോക്ഷജേ അഹൈതുകി അപ്രതിഹത യയാത്മാ സുപ്രസിദ്ധതി. നമ്മുടെ പരോധർമ്മം, ഇതൊക്കെ സാമാന്യ ധർമ്മങ്ങളാണ്. പത്നിധർമ്മം, പതിധർമ്മം, കുലധർമ്മം, രാജധർമ്മം, ഇതൊക്കെ ഒരുപാടുണ്ട്. അതൊക്കെ നമ്മൾ ചെയ്യണം. പക്ഷെ അതിനും ഉപരിയായിട്ടുള്ള ധർമ്മത്തിലേക്ക് നമ്മൾ എത്തണം. അതാണ് പരോധർമ്മം, പരമമായിട്ടുള്ള ധർമ്മം. എന്താണ് പരമമായിട്ടുള്ള ധർമ്മം? ഭഗവാനെ സേവിക്കുക. എങ്ങനെ സേവിക്കണം? അഹൈതുകി അപ്രതിഹത, ഒരു അപ്രതിഹത. യെസ്, പ്രതീക്ഷിക്കാതെ, യാതൊരു എക്സ്പെക്ടേഷനും മോട്ടിവേഷൻ ഉണ്ടാവാൻ പാടില്ല, ഇന്ററപ്ഷൻ പാടില്ല. ഇറ്റ് ഷുഡ് ബി അൺമോട്ടിവേറ്റഡ്, അൺഇൻറ്ററപ്റ്റഡ്, കോസ്ലെസ്, സെയിംലെസ്, സെൽഫ്ലെസ് ഡിവോഷണൽ സർവീസ്. അതാണ് പറയുന്നത്. അപ്പൊ ഇത് വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്യണം. അപ്പൊ അതെന്താണ് അൺഇൻറ്ററപ്റ്റഡ് എന്ന് പറഞ്ഞാൽ? ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ ഒരു പാല് തിളയ്ക്കാൻ എത്ര മിനിറ്റ് എടുക്കും? ഒരു ലിറ്റർ പാല് നമ്മൾ ചൂടാക്കണം, അത് തിളയ്ക്കാൻ എത്ര സമയം എടുക്കും? 10 minutes വേണ്ടേ? 10 മിനിറ്റ് അല്ലേ? 10 മിനിറ്റ്. ഞാനപ്പോ സ്റ്റൗവില് ഒരു ലിറ്റർ പാല് വെച്ച് തിളപ്പിക്കാൻ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് ചെന്നിട്ട് അത് ഓഫ് ചെയ്തു. എന്നിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ഞാനത് 1 മിനിറ്റ് വെച്ചു, വീണ്ടും ഓഫ് ചെയ്തു. വീണ്ടും 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും വരും. അങ്ങനെ ഞാൻ ഒരു 10 പ്രാവശ്യം ഓഫ് ചെയ്ത് ഓൺ ചെയ്തിട്ട് 10 മിനിറ്റ് വെച്ചു. പാല് തിളയ്ക്കോ? ഇല്ല പ്രഭുജി, കണ്ടിന്യൂസ് ചെയ്യണം. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ അൺഇൻറ്ററപ്റ്റഡ് എന്ന് പറയുന്നത്. അൺഇൻറ്ററപ്റ്റഡ്. അതെ 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 അതെ. നമ്മളിപ്പോ ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യം ചെയ്തു, പിന്നെ 2 മാസം കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തു. ഓഫ് കോഴ്സ് അത് സ്പിരിച്വൽ പ്രാക്ടീസ് ആവുകൊണ്ട് ക്രെഡിറ്റ് അവിടെ ഉണ്ടായിരിക്കും, അത് നഷ്ടപ്പെടില്ല. പക്ഷെ അതുകൊണ്ട് നമുക്ക് ഗുണമുണ്ടെങ്കിൽ പാല് 10 മിനിറ്റ് കണ്ടിന്യൂസ് വെച്ചാൽ തടച്ചു. അതിന് നമുക്ക് ബ്രേക്ക്, അതായത് നമ്മൾക്ക് ബ്രേക്ക് വന്നാൽ വീണ്ടും നമ്മൾ ആദ്യം സ്ക്രാച്ച് മുതൽക്ക് തുടങ്ങണം. അപ്പോഴേ നമുക്ക് ഒരു മൊമെന്റം കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് അഹൈതുകി അപ്രതിഹത, വിത്തൗട്ട് എനി ഇന്ററപ്ഷൻ, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. അല്ലെങ്കിൽ എന്താ, ഈ ജന്മത്തിലല്ല, വീണ്ടും അടുത്ത ജന്മം, അവിടെയും പറ്റില്ല, വീണ്ടും അടുത്ത ജന്മം, വീണ്ടും അടുത്ത ജന്മം. അത് ഒരു നെവർ എൻഡിങ് പ്രോസസ് ആവും. നമുക്ക് ഈ ജന്മത്തിൽ തന്നെ ഈ ബിസിനസ് അവസാനിക്കണം ഇവിടെ അല്ലേ. നമുക്കിത് പ്രോകാസ്റ്റിനേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരുപാട് ജന്മം കിടക്കുന്നുണ്ട്, എന്താ ധൃതി? അങ്ങനെ പറയാൻ പറ്റില്ല. കാണിച്ചാൽ ഇപ്പൊ തന്നെ നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. എത്ര ആൾക്കാർ ഇതില് വളരെ ഹാപ്പിയാണ്, ജീവിതം വളരെ പ്ലസന്റ് ആണ്, വളരെ സൂപ്പർ ഹാപ്പി ആയിട്ട് പോകുന്നു. എത്ര ആൾക്കാരുണ്ട്? ജീവിതത്തിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല, യാതൊരു ക്ലേശങ്ങളും ഇല്ല, ഇനിയും ജീവിതം വേണം. എത്ര ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട്? ആരെങ്കിലും ഉണ്ടോ?
അങ്ങനെ ഇല്ല പ്രഭുജി, ക്ലേശങ്ങളേ ഉള്ളൂ. സൂപ്പർ ഹാപ്പി ആയിട്ട് വല്ലവരും പോകുന്നുണ്ടോ? ഇനി വീണ്ടും വീണ്ടും എനിക്ക് ജനിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടോ? ഇതൊക്കെ മനസ്സിലാക്കുന്ന മുമ്പ് അങ്ങനെ ആയിരുന്നു പ്രഭുജി. ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര ഭാഗ്യാണ്, കൊറേ എന്തൊക്കെയോ ഉണ്ട് എന്നൊക്കെ തെറ്റിദ്ധരിച്ചു. അതാണ് നമ്മുടെ ഇപ്പൊ പ്രശ്നം. നമ്മൾ അറിയുന്നില്ല ഈ അതെ. സ്ഥലം ദുഃഖാലയാണ് നമ്മൾ അറിയുന്നില്ല. അതാണ് നമ്മുടെ തെറ്റ്, മെയിൻ ആയിട്ടുള്ള ഇതില് പ്രശ്നം. അപ്പോ ഇത് ഭയങ്കര അറിയില്ല പ്രഭുജി. ഇപ്പോഴാണ് സത്യത്തിൽ ഇവിടെ സഫർ ചെയ്യാണ് എന്നുള്ളത് മനസ്സിലായത്. അതെ, അത് ആരും അറിയില്ല. മെജോറിറ്റി ഓഫ് ദി പീപ്പിൾ അല്ലെ, കൂടുതൽ ആൾക്കാരും ഈ നമ്മുടെ സഫറിങ് ആണ് ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ക്ലേശങ്ങളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അറിയാത്ത ഒരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഒരാളുടെ ചോദിച്ചാൽ അവയി ചോദിച്ചാൽ ഐ എം സൂപ്പർ ഫൈൻ എന്ന് പറയുന്നത്. സൂപ്പർ ഫൈൻ ആണോ? അല്ല, അത് നാവിന്ന് വരുന്നതാണ്, ഹൃദയത്തിൽ നിന്ന് വരുന്നല്ല. കാരണം അവർ വളരെ പ്രശ്നങ്ങളിൽ ഓരോരുത്തരും ഡിഫറെന്റ് ഡിഗ്രീസ് ഓഫ് പ്രോബ്ലംസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പൊ അതുകൊണ്ട് therefore sannyasa or any purificatory process is to help reach the ultimate goal of becoming Krishna. അപ്പോ അതിനു വേണ്ടിയിട്ടാണ് സന്യാസ, അല്ലെങ്കിൽ ആ പ്യൂരിഫിക്കേറ്ററി പ്രോസസ് എല്ലാം ചെയ്ത്. എല്ലാവർക്കും സന്യാസം എടുക്കണം നിർബന്ധമില്ല കേട്ടോ. ഇനി അത് തെറ്റിദ്ധരിക്കണ്ട. സന്യാസം എടുത്താൽ മാത്രമാണ് നമുക്ക് ഭഗവത്ധാമിന് പോവാൻ പറ്റുള്ളൂ എന്നുള്ള തെറ്റിദ്ധാരണ വേണ്ട. ഓക്കെ, അത് വൺ ഓഫ് ദ മെത്തേഡ്സ്, വൺ ഓഫ് ദ സോ മെനി മെത്തേഡ്സ്. പക്ഷെ ഗൃഹസ്ഥാശ്രമത്തിൽ ഇരുന്നിട്ടും ബ്രഹ്മചാരി ആശ്രമത്തിൽ നിന്നിട്ടും വാനപ്രസ്ഥത്തും എവിടുന്ന് നമുക്ക് ഈ ഭഗവത്ഗീതയിൽ തന്നിരിക്കുന്ന നിർദ്ദേശം അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ഏത് ആശ്രമത്തിലും ഏത് വർണ്ണത്തിൽ നിന്നും നമുക്ക് ഭഗവത്ധാമിലേക്ക് പോകാൻ പറ്റും. അതിന് ഒരു ബ്രാഹ്മണനാവണം നിർബന്ധമില്ല, സന്യാസിയാവണം യാതൊരു നിർബന്ധമില്ല. നമ്മൾ എന്താണോ ചെയ്യുന്നത് അതേ ചെയ്ത് അത് ചെയ്യാൻ പാടുന്ന കാര്യങ്ങൾ കേട്ടോ. എന്താണോ ചെയ്യാൻ പാടുന്നത്, നമ്മളുടെ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാൻ പാടും എന്ത് ചെയ്യാൻ പാടില്ല നമുക്കൊക്കെ അറിയാം. അത് പ്രകാരം നമ്മള് റെഗുലർ ആയിട്ടുള്ള ലൈഫ്, കൃഷ്ണ കോൺഷ്യസ് ലൈഫ് ലീഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏത് ആശ്രമത്തിലായാലും ശരി, ഏത് വർണ്ണത്തിലായാലും ശരി, നമുക്ക് നമ്മുടെ സ്വധാമത്തിൽ ഈ ജന്മത്തിൽ തന്നെ പോകാൻ പറ്റും. അതിന് അടുത്തൊരു ജന്മത്തിന് കാത്തുകണ്ട ഒരു ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് തീർച്ചയായിട്ടും വീണ്ടും അടുത്ത ജന്മം കിട്ടും. അതിൽ കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ വീണ്ടും അടുത്ത ജന്മം കിട്ടും. അതിലും കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ വീണ്ടും അടുത്ത ജന്മം കിട്ടും. അങ്ങനെ ജന്മം ഒരു നെവർ എൻഡിങ് പ്രോസസ്സായിട്ട് നമ്മൾ പോകും. അപ്പോഴൊക്കെ നമ്മൾ ക്ലേശങ്ങള് അനുഭവിക്കേണ്ടി വരും. ഭഗവാൻ വളരെ ക്ലിയർ ആയിട്ട് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, അതിനെ സീലടിച്ച് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ദുഃഖാലയം അശാശ്വതം, ജന്മ മൃത്യു ജരാവ്യാധി ദുഃഖ ദോഷ അനുദർശനം. അപ്പൊ ഈ ഭൗതിക ലോകത്തില് ജന്മ മൃത്യു ജര വ്യാധി, ഈ ദുഃഖങ്ങള്, ഈ ദുഃഖം ദോഷങ്ങളെല്ലാം അനുദർശനം റിപ്പീറ്റഡ്ലി നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്, എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനത്തെ സ്ഥലത്ത് നിന്ന് ഏതെങ്കിലും ബുദ്ധിയുള്ള വിവേകമുള്ള ഒരു വ്യക്തി എന്താണ് ചെയ്യേണ്ടത്? ഉടനെ ഇവിടുന്ന് സ്ഥലം കാലിയാവാൻ ഉള്ള കാര്യം നോക്കണം. അല്ലാത്തവരെ ആൾക്കാരെന്ത് വീണ്ടും വീണ്ടും ഈ ദുഃഖങ്ങളുടെ ക്ലേശങ്ങളെല്ലാം അനുഭവിച്ചിട്ട് ജീവിക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും ജന്മം എടുത്തുകൊണ്ടേയിരിക്കും. അതാണ് നമ്മളുടെ ഇപ്പോൾ ഈ ഭഗവത്ഗീത അതിൻ്റെ പ്രാധാന്യം നിർഭാഗ്യവശാൽ നമ്മളുടെ ഹിന്ദു കമ്മ്യൂണിറ്റിയിലെ ഇതിനെപ്പറ്റി ശരിക്കും ആരും പഠിപ്പിച്ചു തരുന്നില്ല. നമ്മളെല്ലാം വളരെ വളരെ വിശാലമായിട്ടുള്ള ഹൃദയം, ബ്രോഡ് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. എല്ലാവരും ഉൾക്കൊള്ളണം. പക്ഷെ നമ്മളുടെ ആ ധർമ്മം നമ്മൾ പാലിക്കുക തന്നെ വേണം. ഇതാണ് എറ്റേണൽ ധർമ്മം. അത് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിച്ചേ പറ്റൂ. നമ്മുടെ ആ സനാതന ധർമ്മത്തെ വിട്ടിട്ട് എല്ലാവരും ഉൾക്കൊള്ളാം, പക്ഷെ നമ്മുടെ ധർമ്മത്തിനെ വിട്ടിട്ട് കളിക്കാൻ പാടില്ല. നമ്മളുടെ എന്താണോ ധർമ്മം അത് പരിപാലിച്ചേ പറ്റൂ, അതനുസരിച്ച് ജീവിച്ചേ പറ്റൂ. എല്ലാവരും ചെയ്യുന്നുണ്ട്. നമ്മളുടെ ഹിന്ദു ഈ ആ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാർ മാത്രം എന്തുമാവാം, എങ്ങനെയും ജീവിക്കാം എന്നുള്ള ആ ഒരു ചിന്താഗതി വെച്ച് നടക്കുന്ന ആൾക്കാർ, അത് വളരെ നിർഭാഗ്യവശമാണ്. എന്ത് കാരണം ആയിക്കോട്ടെ, നമ്മൾ കുട്ടിക്കാലം മുതൽക്ക് നമ്മുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ നമ്മുടെ സമൂഹമോ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. ശരിക്കുള്ള ആ ഒരു ജ്ഞാനം അല്ലെങ്കിൽ വിദ്യ പകർന്നു തന്നില്ല. അറ്റ്ലീസ്റ്റ് ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്ന് പറയുന്ന പോലെ ഇപ്പോഴെങ്കിലും ഇത് മനസ്സിലാക്കി നമ്മൾ കണ്ണു തുറന്ന് നമ്മളത്
അത് പ്രാബല്യത്തിൽ കൊണ്ടും നമ്മൾ അത് ജീവിച്ച് കാണിച്ചു കൊടുക്കണം. നമ്മളുടെ വരുന്ന തലമുറയ്ക്കും ഇതിന്റെ പ്രാധാന്യം, ഇതിന്റെ ഇമ്പോർട്ടൻസ്, സിഗ്നിഫിക്കൻസും മനസ്സിലാക്കി കൊടുക്കേണ്ട ആ കടമ നമുക്കും കൂടി ഉണ്ട്. അല്ലെങ്കിൽ നമ്മളുടെ ഈ ധർമ്മം നാമാവിശേഷമാവും, അധികം കാലം ഉണ്ടാവില്ല. ഓരോരുത്തരുടെയും കടമയാണ് നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യുക. അതിനനുസരിച്ചിട്ട് നമ്മളുടെ കഴിവിനനുസരിച്ച് മറ്റുള്ളവർക്ക്, നമ്മളുടെ ആ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക്, മറ്റുള്ളവർക്കല്ല, ഹിന്ദു മതത്തില് അതായത് ഹിന്ദുക്കളായിട്ട് ജനിച്ച ആൾക്കാർക്ക് ഇതിനെ പറഞ്ഞു കൊടുക്കേണ്ട ആ ഒരു കടമ നമുക്കും ഉണ്ട്. എന്നാൽ മാത്രമേ ഇതിനെ നിലനിർത്താൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളത് നമ്മുടെ ഒരു ദൗത്യമായിട്ട് എടുക്കണം, നമുക്കറിയുന്ന വിധത്തിൽ. കാരണം വെച്ചാൽ നമ്മളിപ്പോ ഒരു ബ്ലേഡിന്റെ എഡ്ജിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും നമ്മളെ വിഴുങ്ങാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. നമ്മളുടെ അസ്തിത്വം തന്നെ ഇല്ലാതെ പോകും അങ്ങനെയാണെങ്കിൽ. അപ്പൊ നമ്മൾ പ്രാക്ടീസ് ചെയ്യാം, നമ്മളുടെ ആൾക്കാരോട് അത് പറഞ്ഞു കൊടുക്കുക. നമ്മളുടെ കഴിവിൻ്റെ അനുസരിച്ചിട്ട് അത് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും. ഹരേ കൃഷ്ണ. സോ ടെക്സ്റ്റ് 6 അടുത്ത ആഴ്ച. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമഃ. അനന്തകോടി വൈഷ്ണവ की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय. गो हरे कृष्णा. എന്തെങ്കിലും